സത്യമാണ്. കാരണം നമ്മുടെ അറിവല്ല അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ആ രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടി നമ്മളൊരു കേൾവിക്കാരനായിട്ട് കേട്ടിരിക്കാൻ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഒരു കേൾവിക്കാരനാവുമ്പോഴാണല്ലോ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാവും. ഇവിടെ വരെ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള പ്രൊഫസർ അബ്ദുൽ കരീം സാറാണ്. ഈയിടെയായിട്ട് അദ്ദേഹത്തെ ഏറ്റവും അടുത്ത് ഇടപഴകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമാണ് അദ്ദേഹവുമായി ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ. കാര്യം ഞാനൊരു കേൾവിക്കാരനായിട്ട് ഇങ്ങനെ കേട്ടു നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ആണ്, ലൈഫിലെ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് കുട്ടികൾക്ക് അറിവിനെ പകർന്നു കൊടുത്ത മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. സാമൂഹിക പ്രവർത്തകനാണ്. ഒരുപാട് ചാരിറ്റികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതെനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. കാരണം അദ്ദേഹവുമായിട്ട് ഞാൻ ആലുവയിലും കാലടിയിലും ഒക്കെ ആയിട്ട് വർക്കിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഡോക്ടറേറ്റ് എടുത്ത വ്യക്തി കൂടെയാണ്. വളരെ നല്ല സൗമ്യനായ നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ്. വളരെ അറിവിന്റെ നിറകുടമായ നമ്മുടെ പ്രിയപ്പെട്ട ലീഡറാണ് അദ്ദേഹം. കോളേജിൽ പ്രിൻസിപ്പാളായിട്ട് വർക്ക് ചെയ്യുന്നു, സാമൂഹ്യ പ്രവർത്തകനായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതൊരു നന്മയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അഹോരാത്രം ഫുൾ ടൈം എന്നല്ല, നമ്മളുടെ ഇതിനു വേണ്ടി ഒരു 95% നമ്മളെ ഈ ബയോട്ടോറിയത്തിന് വേണ്ടി തന്നെ ചിലവഴിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മോട് കൂടെ ചേർന്ന് നിൽക്കുന്ന കരീം സാർ. വീഡിയോ ഞാൻ മ്യൂട്ട് ചെയ്തേക്കാണ് കേട്ടോ അംശ സാറേ. ഓക്കെ സാർ, നോ പ്രോബ്ലം സാർ, നോ പ്രോബ്ലം. ഓഡിയോ കേൾക്കാലോ എല്ലാവർക്കും? യെസ്, ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. വെരി നൈസ്. ഗുഡ് മോർണിംഗ് ടു ആൾ. ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്യാതെ തന്നെയാണ് ഇപ്പൊ ഇവിടെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഡിസ്ലൊക്കേഷൻ വരുമ്പോൾ മൊത്തം നമുക്ക് എല്ലാം കൊളാപ്സ് ആവും. ഇപ്പൊ എനിക്ക് ഒരുപാട് ആളുകൾ നമുക്കിതിൽ പരിചയമുള്ളവരുണ്ട്, ഇതുവരെ പരിചയമില്ലാത്ത ആൾക്കാരുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു രാവിലത്തെ ഈ ഒരു പ്രോഗ്രാം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ അറ്റൻഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ആദ്യത്തെ ആ ഒരു സ്റ്റെക്ക് വളരെയധികം ഇഷ്യൂസ് ഉണ്ടാക്കും. മൊത്തത്തിൽ നമുക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് ഒരു നമ്മളെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനിൽ നമ്മൾ ഒരു ചെറിയ ഒരു മൗന പ്രാർത്ഥനയോട് കൂടി തന്നെ നമുക്ക് ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വൺസ് മോർ വെരി ഗുഡ് മോർണിംഗ് ടു ആൾ. അതിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിൽ തന്നെയാണ് ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിൽ വന്നത്. വളരെ കാലങ്ങളായിട്ട് ഞാൻ ഈ ബയോട്ടോറിയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 2.25 വർഷം 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളത്ത് ഒരാളെ കാണണം എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ വ്യക്തി ഈ ബ്രോഡ്ബീൻ ഹോട്ടലിലുണ്ട്, അദ്ദേഹത്തെ കാണണമെങ്കിൽ അവിടെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഈ ബ്രോഡ്ബീൻ ഹോട്ടലിൽ ഞാൻ ചെല്ലാണ്. അന്ന് അവിടെ വലിയ മെഗാ പ്രോഗ്രാം നടക്കുകയാണ്. സത്യം പറഞ്ഞു, ഇത് എന്ത് പ്രൊഡക്റ്റ് ആണെന്നോ അന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ പോയ സമയത്ത് എൻ്റെ അടുത്ത് ഈ ആലുവയിലുള്ള ഒരു ബഷീർ പറഞ്ഞു, അവിടെ മനോജ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന
ഒരു ആളാണ്, പുള്ളിക്കാരനാണ് ഇതിന്റെ മെയിൻ ആള് എന്ന് അന്ന് അങ്ങനെ പറയണം. മനോജ് സാറിന് എനിക്ക് പരിചയമൊന്നുമില്ല അന്ന്. അപ്പൊ ഞാൻ അവിടെ ചെന്നു. ഈ ആള് കാണുന്നതിന് വേണ്ടി അവിടെ ചെന്ന സമയത്ത് ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത്, ബ്രോഡ്ബീൻ ഹോട്ടൽ. ഞാൻ വേഗം അവിടെ നിന്ന് എല്ലാ പ്രോഗ്രാമും കണ്ടു. അപ്പോ ഞാൻ ഒരാൾ ചോദിച്ചപ്പോൾ അത് സംസാരിക്കുന്നതാണ് മനോജ് തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞു. മനോജ് സാറ് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോ ആ വേദി വിട്ട് കുറച്ച് ചോദിച്ചു, സാറേ ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. അപ്പൊ മനോജ് സാർ ചോദിച്ചു, ആരെങ്കിലും പറഞ്ഞിട്ട് വന്നതാണോ എന്ന് ചോദിച്ചു. അല്ലല്ല, ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, അങ്ങനെ സാറ് എന്നെ തൃപ്പൂണിത്തുറ വിളിച്ചു വരുത്തി. തൃപ്പൂണിത്തുറ ചെന്ന് ഞാൻ അവിടെ ഒരു ട്രൈപോൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വിത്തൗട്ട് എനി നോയിങ് അബൌട്ട് ദി പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും എനിക്ക് അവഗാഹങ്ങളൊന്നുമില്ല, ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഈ ഓൾട്ടർനേറ്റീവ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് മൊത്തം, അത് ഏത് തന്നെ ആയിക്കോട്ടെ, അലോപ്പതി മരുന്നിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ മക്കള് 3 പേരുണ്ട്. അവർക്ക് ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ഹോസ്പിറ്റലൈസേഷൻ ഒന്നും ഇല്ലാതെ ഈ ഹോമിയോപ്പതി അങ്ങനെ കൊടുത്ത് സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഈ പ്രൊഡക്റ്റിനോട് ഒരു താല്പര്യം തോന്നി. അവിടെ വെച്ച് തന്നെ സാറിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അവിടെ ട്രൈപോൾ, അത് ഏകദേശം അന്ന് ഈ 15,900, പിന്നെ ഒരു 7,400, പിന്നെ ഒരു 4,000, അങ്ങനെ ഒരു ട്രൈപോൾ അടിച്ച് വൈഫിന്റെ പേരിൽ, അന്ന് വൈഫിന്റെ പേരിൽ തന്നെ 1-2 അടിക്കായിരുന്നു. അങ്ങനെ ഐഡിയ അടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. ആ മനോജ് സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ മതിപ്പ് എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അന്ന് 3 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ആത്മബന്ധം ഇന്നും സാറായിട്ട് എനിക്കുണ്ട് എന്നുള്ളതാണ്. ഒരു 1.5 വർഷത്തോളം ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുകയാണ്, ഒരു പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഇതിൽ നിന്ന് മാറി നിന്നതല്ല. എനിക്ക് കോളേജിലെ നാക് അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ടി വന്നു. കുറച്ച് ഡൊമസ്റ്റിക് ആയിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രൂപത്തിലാണ് ഞാൻ ആ ബിസിനസ് നന്നാക്കി കൊണ്ടുപോകുന്നതാണ്. ഒത്തിരി പേര് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ പക്ഷെ അവര് പലരും അതിൽ നിന്ന് മാറിപ്പോയി. അത് നെഗറ്റീവ് ആയതുകൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല എങ്കിൽ പോലും. പക്ഷെ എപ്പോഴും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഞാൻ അന്ന് മുതൽ ഇന്നും ഞാൻ ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ മുമ്പിൽ ഒരു പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ യേശുദാസ് എന്ന് പറയപ്പെടുന്ന സമുന്നതനായ ആ ചക്രവർത്തി, സംഗീത ചക്രവർത്തി പറഞ്ഞിരിക്കുന്നത്, ഒരു സാഗരത്തിൽ, ജലസാഗരത്തിലെ ഒരു തുള്ളി പോലും, സംഗീത സാഗരത്തിലെ ഒരു തുള്ളി പോലും ഞാൻ ഇതുവരെ എനിക്ക് എടുത്തു കുടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് യേശുദാസ് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ഇത് എന്താണെന്ന് പോലും നിർവചിക്കാൻ പറ്റാത്ത ഒരു നിലയിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ ബിസിനസ് സൈഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ എല്ലാവർക്കും അറിയാം. ചുരുങ്ങിയ ഒരു സമയത്താണ് നമ്മൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. എത്ര സമയമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. അല്പം ഡിസ്ലൊക്കേഷൻ വന്നു, ക്ഷമിക്കുക. ഏതായാലും കുറഞ്ഞ സമയം മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. ഏതായാലും എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ ഹംസ മണ്ണാർക്കാട്, അതുപോലെ തന്നെ നമ്മുടെ മുസ്തഫ മാഷ്, അതുപോലെ അഭിലാഷ് മാഷ്, അതുപോലെ തന്നെ യൂനസ്, അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെ എല്ലാവരും നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും ഞാൻ നേരിട്ട് പരിചയമുള്ളവരാണ്. അവിടെ ഇവിടെ വെച്ച് പരിചയപ്പെടാറുണ്ട്, പ്രോഗ്രാം വെച്ച് കാണാറുണ്ട്. പ്രത്യേകിച്ച് മനോജ് സാറിന്റെ ആ ഒരു താല്പര്യം, ഇന്നും മനോജ് സാറായിട്ടുള്ള നല്ല റിലേഷൻ അല്ല. സാറ് അന്ന് എന്നോട് എങ്ങനെയാണോ പെരുമാറിക്കൊണ്ടിരുന്നത് ഇന്നും അതുപോലെ തന്നെയാണ്. സാറിന് ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ്, ഒരുപാട് കാര്യങ്ങൾ മനോജ് സാറിൽ നിന്ന് പഠിക്കാറുണ്ട്. വളരെയധികം പ്രശ്നങ്ങളുണ്ടായ സമയത്തും ഞാനായിട്ടുള്ള റിലേഷൻ സാർ വളരെ നന്നായിട്ട് കാത്തു സൂക്ഷിച്ചു. എൻ്റെ അടുത്ത് മോട്ടിവേറ്റ് ചെയ്യും, എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയും, സംസാരിക്കും. ഇതിനിടയിൽ ഞാൻ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ട് ഇതിലേക്ക് വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഭാര്യയ്ക്ക് ഈ ഈ അർക്കിറ്റേറിയ എന്ന് പറയപ്പെടുന്ന, അതായത് ചൊറിയമ്പുഴു തടിക്കുന്ന പോലെയുള്ള ഒരു അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ആദ്യമൊന്നും വൈഫിനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നത് എൻ്റെ വൈഫാണ്. അതിലെ വെള്ളം, ആ മാഗ്നറ്റൈസ് വാട്ടർ കുടിക്കുന്നതും കുടിപ്പിക്കുന്നതും ആ ബ്രെഡ് ഉപയോഗിക്കുന്നതും ഒക്കെ എൻ്റെ വൈഫാണ്. വൈഫിന് ആ ഒരു ഫാറ്റി ലിവർ പ്രോബ്ലം ഇല്ല. അതേപോലെ തന്നെ പുള്ളിക്കാരത്തേക്ക് ആ അലർജി പ്രോബ്ലം, ഈ ചൊറിയമ്പുഴു തടിക്കുന്നത് പോലെയുള്ള അലർജി പ്രോബ്ലം ഇപ്പൊ ഇല്ല. അവള് തന്നെ പലർക്കും
ഇതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ സബ്ജക്ട് ഇതൊന്നുമല്ല. ഇവിടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. ഞാൻ പലപ്പോഴും പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് ഞാൻ ഈ ബയോടോറിയം ബിസിനസ്സിലും ബയോടോറിയം പ്രൊഡക്റ്റിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഞാനിതിൽ വെൽവേഴ്സ്ഡ് അല്ല സത്യം പറഞ്ഞിട്ട്. പക്ഷെ ഞാനിതിനെ കുറിച്ച് പഠിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കാലങ്ങളായിട്ട് ഈ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളിൽ വളരെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ഞാനിതിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ അടുത്ത് സംസാരിക്കാൻ ചെന്നു. ഞാനും കാലടിയിലുള്ള എന്റെ അബ്ദുസമദും കൂടി ഒരു MBBS ഡോക്ടറുടെ അടുത്ത് ചെന്ന് സംസാരിച്ച സമയത്ത് അദ്ദേഹം ഞാൻ ഇങ്ങനെ സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞു, ഡയബറ്റീസ് ഉണ്ടാകുന്നതിന് കാരണം മറ്റൊന്നുമല്ല. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ ബീറ്റ ആ സെല്ലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ, അതിലേക്കുള്ള ആ ബ്ലഡ് കറക്റ്റ് ആയിട്ട് വരാത്തത് കൊണ്ടാണ്. അതിന്റെ വെയിൻസ് ഒക്കെ ലോപിച്ചു പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ ഷൈക്കാൻഡ് ചെയ്തു, വെരി ഗുഡ് ഡോക്ടർ എന്ന്. അപ്പൊ അദ്ദേഹം അതിശയപ്പെട്ടു, എന്തെങ്ങനെ ഷൈക്കാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പുള്ളി പറഞ്ഞത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ പുള്ളി പറഞ്ഞു, ഞാൻ ഇതുവരെ MBBS 5 വർഷം പഠിച്ചതാണ്, പക്ഷെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും ഞാൻ കേട്ടില്ല. ഞങ്ങളുടെ സബ്ജക്റ്റ് അല്ല ഇത്, ഞങ്ങളിത് പഠിച്ചിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിൽ ഈ മാഗ്നറ്റിസത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിസം എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് ശരീരം, അതിൽ DNA ബന്ധപ്പെട്ട് അത് DNA അഫക്ട് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ട് അത് അഫക്ട് ചെയ്യും എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴും ഷൈക്കാറ്റി 2 പോയിന്റ് അവിടുന്ന് കിട്ടിയത്. ഇപ്പൊ ആ ഡോക്ടറെ എന്നിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഡോക്ടർക്ക് നമ്മൾ പോയി കാണും, സംസാരിക്കും. അതില് ഒരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വയ്ക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ സബ്ജക്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വലിയൊരു സബ്ജക്റ്റാണ്. പക്ഷെ എന്റെ ഈ ടൈം ആദ്യം വന്ന് കയറിയപ്പോ തന്നെ ആകെ പ്രശ്നമായതുകൊണ്ട് ആകെ ഡിസ്ലൊക്കേഷനായി. വളരെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. ഇവിടെ യൂനസ്, അതുപോലെ തന്നെ ഇവിടെ ഷാജി, അവരെയൊക്കെ ഞാൻ അറിയുന്ന ആൾക്കാരാണ്. എല്ലാവരും, മിക്കവാറും എല്ലാവരും കാണാനാണ്. ഇവിടെ ആലുവയുള്ള, അതുപോലെ എനിക്ക് തൃശ്ശൂരുള്ള മിക്കവാറും എല്ലാ ലീഡേഴ്സിനും ഞാൻ എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഒരു എളിയ അറിവ് വെച്ചിട്ടുള്ള 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം എന്ന് ഉദ്ദേശിക്കും. ഞാൻ എന്റെ സബ്ജക്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഈ എന്താണ് പറയുക, മൈൻഡ് മെറ്റബോളിസം എന്നാണ്. ഒരു 2 മണിക്കൂർ പറഞ്ഞ് തീർക്കേണ്ട കാര്യമാണിത്. ആ 2 മണിക്കൂർ പറഞ്ഞ് മൈൻഡ് മെറ്റബോളിസം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആളുകൾ നമ്മൾ മൊത്തത്തില് ഈ സെൽ മെറ്റബോളിസം ആണ് നമുക്ക് പരിചയമുള്ളൂ. ആ സെൽ മെറ്റബോളിസം എന്താണെന്ന് ഏകദേശം നമ്മൾ പഠിച്ചാലാണ് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പൊ സെൽ മെറ്റബോളിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഉപാപചയം എന്ന് പറയുന്നത്, സെൽ മെറ്റബോളിസം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഉപാപചയം എന്നാണ് മെറ്റബോളിസം. അപ്പോ ഞാൻ ഇതിൽ പറയാൻ പോകുന്ന ഈ വിഷയം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ എനിക്കിതിലുള്ള ഈ പറഞ്ഞ എല്ലാ ലീഡേഴ്സിനെയും ഒരു ആത്മബന്ധമുള്ളവർ, പ്രത്യേകിച്ച് മനോജ് സാറിനെ കുറിച്ച് പറഞ്ഞാലും തീരാത്ത ഒരു അഭിപ്രായം. അതിനെക്കുറിച്ച് സാറിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ആ ഒരു വേദി ഞാൻ പിന്നെ ഒരു ദിവസം ഷെയർ ചെയ്തോളാം. തൽക്കാലം നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഞാനിന്ന് വരാൻ ഉദ്ദേശിക്കുന്നത് മൈൻഡ് മെറ്റബോളിസം ആണ് എന്റെ സബ്ജക്ട്. മനസ്സിലായില്ലേ? മൈൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എവിടെയാണ് മൈൻഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. സൈക്കോളജിക്കലായിട്ട് പറയുന്നത് തലയിലാണ് മൈൻഡ്. മനസ്സ്, എനിക്ക് മനസ്സുണ്ടോ? എനിക്ക് മനസ്സില്ല. മനസ്സ് വേണോടാ, മനസ്സാക്ഷി വേണോടാ, മനപ്പൊരുത്തം വേണോടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിനെ നമ്മളിപ്പോ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഈ മനസ്സും ശരീരവുമാണ് ശരിക്കും 2 എലമെന്റ് ആണത്. ഒന്ന് വിസിബിൾ എലമെന്റും ഒന്ന് ഇൻവിസിബിൾ എലമെന്റുമാണ് ശരിക്കും പറഞ്ഞത്. മൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയാണെന്നോ തൊട്ട് കാണിക്കാനൊന്നും പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിന് തന്നെ ഒരു 3 തലങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരുപാട് വലിയ സബ്ജക്റ്റുകളാണ് അതൊക്കെ. ഇവിടെ ഇപ്പൊ ഈ ചെറിയ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സംഭവമല്ല. ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ സെൽ മെറ്റബോളിസത്തെ കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ പറയാം ഈ മൈൻഡ് മെറ്റബോളിസം എന്താണെന്നുള്ളത് നമുക്ക് മറ്റേ നോക്കാം. ഈ സെൽ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഉപാപചയം എന്നാണ് ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞിട്ട് നമ്മുടെ ഓരോ സെല്ലിലും ഒരു സെൽ എന്ന് ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും ഈ റീപ്രൊഡക്റ്റീവ് സെല്ലുകൾ യോജിച്ചിട്ടാണല്ലോ ഒരു മനുഷ്യനുണ്ട്. ഒരു സിംഗിൾ സെല്ലാണത്. നമ്മളിപ്പോ ഈ സൂമിലിരിക്കുന്ന എല്ലാവരും, ചെറിയവരും വലിയവരും ലേഡീസും എല്ലാവരും മാതാവിന്റെയും പിതാവിന്റെയും പാതിമൈ ആരെ പിതാവിൽ നിന്നും പാതിമൈ മാതാവിൽ നിന്നുമാണ്. അങ്ങനെ ഈ 2 അംശങ്ങൾ ചേർന്ന് ഒരു സിംഗിൾ സെൽ ഫോം ചെയ്ത് അത്
ഈ ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്ന് യാതൊരു വക പ്രത്യേകതയില്ലാതെ അത് ഒരു രക്തക്കട്ടയായിട്ട് മാറി. എങ്ങനെ രക്തക്കട്ടയായി മാറുന്ന വെച്ചാൽ അതിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. മാതാവിന്റെ ഗർഭാശയത്തിൽ മാതാവിന്റെ ഉദരത്തിൽ നിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ വരുന്ന സമയത്താണ് അത് വേറെ ഒരു രക്തക്കട്ടയായിരുന്നു. നമ്മളെല്ലാവരും നമ്മളൊന്നും അല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ രക്തക്കട്ട പിന്നെ മാംസപിണ്ഡമായി, മാംസപിണ്ഡത്തിൽ നിന്ന് അതിന്റെ ഉള്ളിൽ പിന്നെ എല്ലുകൾ ഫോം ചെയ്ത്, എല്ലുകള് അങ്ങനെ വലുതായി, പിന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒക്കെപ്പാടെ കൂടിയിട്ടുള്ള ഒരു വലിയൊരു പ്രക്രിയ തന്നെയാണ് അത് നടക്കുന്നത്. ഈ ശ്വാസകോശം അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നില്ല, ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് എന്തൊക്കെ വർക്ക് ചെയ്യുന്ന എന്നേക്കാൾ അറിയാവുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ ഇതിനകത്തുള്ളതാണ്. അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞ് അവരെയൊക്കെ മുഷിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം ഈ സെൽ മെറ്റബോളിസത്തേക്ക് ഞാൻ പറയാം. ഉപാപചയം എന്നാണ് ഇതിന് പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞത്. അതായത് ജീവികളുടെ കോശങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഏത് തരം ജീവി ആയിക്കോട്ടെ, ഈ ഏത് ജീവിയുടെ കോശങ്ങളിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് ശരിക്കും ഈ അതിനൊരു പരമ്പരയാണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഈ സെൽ മെറ്റബോളിസം എന്ന് പറയപ്പെടുന്നത്. ഈ സെൽ മെറ്റബോളിസത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതികൾ നടക്കേണ്ടത്. അതിൽ ഒന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ അപചയം എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ കാറ്റബോളിസം എന്ന് പറയും. അപചയം, ഉപചയം, അതാണ് ഉപാപചയം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ കാറ്റബോളിസം എന്ന് പറയുന്നത് വലിയ തന്മാത്രകളെ വിഘടിപ്പിച്ചിട്ട് അത് പുറത്തുവിടുന്ന പ്രക്രിയയാണ് പറഞ്ഞു കഴിഞ്ഞാൽ. ഉദാഹരണമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ്, കൊഴുപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ നമ്മുടെ ശരീരത്തിലുള്ള വലിയ വലിയ തന്മാത്രകളെ അത് വിഘടിപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായി മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. ഭക്ഷണത്തിന്റെ പ്രക്രിയ തന്നെ. ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഭക്ഷണം വായിൽ വെച്ച് കഴിച്ച് അരച്ചു നേരെ ആമാശയത്തിൽ നിന്ന് ആ സ്ഥാനം നേരെ ചെറുകുടലിലേക്ക് കുറച്ച് ചെറുകുടലിന്റെ ഭിത്തികളിൽ നിന്ന് അതിന്റെ പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ വലിച്ചെടുത്ത് എന്തൊക്കെയാണ് അതിലുള്ളത് അവസാനം അതിന്റെ ചണ്ടി പുറത്തേക്ക് കളഞ്ഞ് വലിയൊരു ഫാക്ടറിയാണ്. എത്ര വലിയ ഫാക്ടറിയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോ ഈ സെൽ മെറ്റബോളിസത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ ഈ പറയപ്പെടുന്നത്. അപ്പൊ അതിൽ ഒന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാറ്റബോളിസം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് അപചയം എന്ന് പറയും. മറ്റൊന്നാണ് അനബോളിസം എന്ന് പറയുന്നത് ഉപചയം. അപ്പൊ ഈ കാറ്റബോളിസവും അതുപോലെ തന്നെ അനബോളിസവും രണ്ടും കൂടി കൂടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സെൽ മെറ്റബോളിസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചുരുക്കി അവിടെ പറയുന്നതാണ്, ഈ പ്രക്രിയ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏത് പ്രൊഡക്ഷൻ, എന്ത് പ്രോസസ് നടന്നാലും കെമിക്കൽ പ്രോസസ്സുകളാണ് ഇതെല്ലാം ശരീരത്തിൽ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട്. നമ്മുടെ ഈ അനബോളിസം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആമിനോ ആസിഡുകൾ പോലെ ലളിത തന്മാത്രകളെ ഉപയോഗിച്ചിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വലുതും വളരെ സങ്കീർണമായിട്ടുള്ള തന്മാത്രകളെ ഉണ്ടാക്കി, അതായത് ന്യൂട്രിക് ആസിഡ് അതുപോലെയുള്ള പ്രോട്ടീൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രൂപത്തിലാക്കുന്നതാണ് ഈ ഉപചയം എന്ന് ഉദ്ദേശിക്കുന്ന അനബോളിസം. ഈ പ്രക്രിയകൾ നടക്കുന്ന സമയത്തുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഏത് പ്രൊഡക്ഷൻ ഒരു കമ്പനി നടത്തിയാലും, ഏത് ഫാക്ടറി എവിടെ നടത്തിയാലും ഇതിന് ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പുക പുറത്തു വരാറില്ലേ, കാർബൺ മോണോക്സൈഡ് എന്ന് പറയപ്പെടുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഈ സെൽ മെറ്റബോളിസം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു സംഭവമുണ്ട്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. അതിന് ഫ്രീ റാഡിക്കൽസ് എന്നാണ് പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സത്യം പറഞ്ഞ അൺസ്റ്റേബിൾ മോളിക്യൂൾസ് എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽസ് ഭയങ്കര അപകടകാരിയാണ് ശരിക്കും. ഇപ്പോൾ തീ കത്തുമ്പോൾ പുകപടലങ്ങൾ ഉണ്ടാകുന്ന പോലെയാണ് ഈ സംഭവം. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല ഫ്രീ റാഡിക്കൽസ്. ഈ ഫ്രീ റാഡിക്കൽസ് പിന്നീട് കോശങ്ങളെ നശിപ്പിക്കാതെ തുടങ്ങും, മനസ്സിലായില്ലേ? അതുപോലെ DNA തന്മാത്രകളെ ശരിക്കും ഡാമേജ് വരുത്തും പിന്നീട്. ഈ ഫ്രീ റാഡിക്കൽസിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് നമ്മൾ ഈ ആന്റി ഓക്സിഡൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എല്ലാ രോഗങ്ങളുടെയും കാരണം ഈ ഓക്സിഡൈസേഷൻ ആണ്. ശരി, ഈ ഓക്സിഡന്റ് ആയിട്ടുള്ള വസ്തുക്കളെ ഇല്ലാതാക്കുന്ന സംഭവമാണ് ആന്റി ഓക്സിഡന്റ്. ശരിക്കും പറഞ്ഞിട്ട് 1.5 മണിക്കൂർ ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഈ പറയപ്പെടുന്നത്. അപ്പൊ ഈ മെറ്റബോളിസം സമയത്ത് ഓക്സിഡൈസേഷൻ വഴി രൂപപ്പെടുന്ന ഈ ഫ്രീ റാഡിക്കൽസ് നിർവീര്യമാക്കുന്ന പ്രക്രിയയാണ് ആന്റി ഓക്സിഡന്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞത്. ശരീരത്തിൽ നിന്നും അതേപോലെ തന്നെ ഈ ആന്റി ഓക്സിഡൻസ് വഴിയായിട്ട് നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെ പുറത്ത് കളയുന്ന പ്രക്രിയയാണ് സംഭവം. ഇനി ഈ ഫ്രീ റാഡിക്കൽസിനെ പുറത്ത് കളയുന്ന പ്രക്രിയ അല്ലെങ്കിൽ അത് തടയപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം ശരിക്കും പറയാം. അപ്പൊ ശരീരത്തിനകത്ത് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ശരീരം. എത്ര സിസ്റ്റംസ് ആണ് വർക്ക് ചെയ്യുന്നത്, ഒരു വലിയ ഫാക്ടറി. അതൊക്കെ ഈ ഫാക്ടറികളൊക്കെ വർക്കുന്ന സമയത്ത് ഇതിലൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫ്യൂംസ് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ സാധനം എങ്ങനെയാണ് പുറത്തു പോകുന്നത്? ഇതില് ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
ഇതിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയപ്പെടുന്ന സ്ട്രെസ്, ഈ ഫ്രീ റാഡിക്കൽസിന്റെ ഉൽപാദനവും ഈ ആന്റി ഓക്സിഡന്റുകളുടെ പൊരുത്തവും തമ്മിൽ പൊരുത്തപ്പെടാതെ വരുന്ന ഒരു സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. അതായത് നമ്മൾ ഈ കഴിക്കുന്ന ഈ ആന്റി ഓക്സിഡന്റുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. പക്ഷെ നമ്മുടെ ഈ വെള്ളത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ബയോമാഗ്നറ്റിക് വാട്ടർ പാഡിൽ നിന്നുണ്ടാകുന്ന ആ ജലത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാനാണ് ഞാൻ ഈ വളച്ചു കെട്ടി പറയുന്നത്. ഇപ്പൊ ഈ ഓക്സിഡേഷൻ സ്ട്രെസ്സിന്റെ ഒരു പ്രത്യേകത, ഈ ഫ്രീ റാഡിക്കൽസിന്റെ ഉൽപാദനവും ആന്റി ഓക്സിഡന്റ് പ്രശ്നവും തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റാതെ വരും. ഇതുപോലെ പൊരുത്തപ്പെടില്ല. പ്രായം കൂടി വരുമ്പോഴാണ് ആ പ്രശ്നം ഉണ്ടാവുന്നത്. കൊച്ചുകുട്ടികൾക്ക് ഈ ഓക്സിഡേഷൻ സ്ട്രെസ് ഇല്ല. പക്ഷെ പ്രായം കൂടുന്തോറും, ഏകദേശം കുറച്ച് പ്രായമായി ഇവിടെ കുറച്ചു കാലം ജീവിച്ചു വന്ന ആൾക്കാർ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലായിട്ട് വരും. അതായത് മതിയായ ഇലക്ട്രോൺസ് നൽകിയ ഫ്രീ റാഡിക്കൽസിന്റെ പ്രതിപ്രവർത്തനം കുറച്ചു കൊണ്ടുവരാൻ ഈ ആന്റി ഓക്സിഡന്റുകൾക്ക് ശക്തി കുറയും. എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി അങ്ങോട്ട് താറുമാറാകും. ഫ്രീ റാഡിക്കൽസ് ഇങ്ങനെ നിൽക്കും. ഈ രോഗപ്രതിരോധ ശക്തി അങ്ങനെ താറുമാറായി ഈ ആന്റി ഓക്സിഡന്റുകൾ ഫലിക്കാതെ വരും. ശരിക്കും പറഞ്ഞാൽ അതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനത്തിന് ഈ പ്രത്യാഘാതം എന്താണ്? രോഗങ്ങൾ ഉണ്ടാവും, കോശങ്ങൾ നശിക്കാൻ തുടങ്ങും, പെട്ടെന്ന് പ്രായമാകും, രോഗങ്ങൾ പെട്ടെന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രോഗങ്ങൾ വരാൻ പ്രധാനപ്പെട്ട കാരണം ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ലൈഫിൽ സ്ട്രെസ് ഉണ്ടാവാറില്ലേ എന്ന് പറഞ്ഞ പോലെ ശരീര കോശങ്ങളിൽ സംഭവിക്കുന്ന ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ് രോഗങ്ങൾക്ക് കാരണം. പലരും പല ഭക്ഷണം കഴിക്കുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ചെയ്യുന്ന സംഭവം കേട്ടാൽ ഞെട്ടും. അതാണ് പ്രത്യേകത. അതായത് നമ്മുടെ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ നമ്മൾ ഈ വാട്ടർ പാഡ് ചുറ്റി വെച്ചിരിക്കുന്ന മാഗ്നറ്റൈസ്ഡ് വാട്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പുസ്തകം തന്നെ വേണ്ടി വരും, അത്രയ്ക്കുണ്ട്. അതായത് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മാറ്റുന്നതിനും അതേപോലെ തന്നെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നതിനുമുള്ള ഒരു വിത്തൗട്ട് ഫുഡ് കണ്ടൻസ് ഇല്ലാതെ തന്നെ ഇപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ സാധനം ആന്റി ഓക്സിഡന്റുകളായിട്ട് കാണിക്കാറുണ്ട്. പല പല പ്രൊഡക്റ്റുകളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും അത്യുത്തമമായിട്ടുള്ളതാണ് നമ്മുടെ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഈ പാഡ് ചുറ്റുമ്പോൾ രൂപപ്പെടുന്ന ഹൈഡ്രോക്സിൽ അയോൺസ് എന്ന് പറയപ്പെടുന്ന, അത് വെള്ളത്തിൽ ചൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും അത് സംയോജിച്ചതിന് ശേഷം ഒരു ഇലക്ട്രോ കാർബണേറ്റ് ശരിക്കും പറഞ്ഞാൽ കാർബണേറ്റഡ് വാട്ടർ ആയിട്ട് മാറും, ആൽക്കലൈറ്റ് വാട്ടർ ആയിട്ട് മാറും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ pH ലെവൽ 7.5 വരെ ഉയരും. അതിന് ഡെൻസിറ്റി കുറയും, സർഫസ് ടെൻഷൻ കുറയും, കണ്ടക്ടിവിറ്റി 71.4% ഉയരും. pH ലെവൽ ഏകദേശം 7.14 ആയിട്ട് ഉയരും. ഡെൻസിറ്റി ഏകദേശം 4.4% ആയിട്ട് കുറയും. സർഫസ് ടെൻഷൻ 4.62 കണ്ടു കുറയും. ഇനി മറ്റൊന്നാണ് ഇതിന്റെ പെർമിയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, ഉപാപചയം എന്ന് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞു നമ്മുടെ സെല്ലുകളിലേക്ക് ഈ വെള്ളം കറക്റ്റ് ചെല്ലാവുന്ന രീതിയിൽ ആ വെള്ളം ആക്കി മാറ്റും. ഇത് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോ ഈ വെള്ളം എന്ന് പറയുന്നത് നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ഈ നമ്മളുടെ ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. ഈ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ്. അതിന്റെ ഒരുപാട് ഗുണങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, അറിയുകയും ചെയ്യാം. ഇനി ചുരുങ്ങിയ സമയമുള്ളൂ, ഏകദേശം 6:45 സമയമായി. മനോജ് സാറ് പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് നീട്ടിക്കോളം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ഈ സെൽ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ വളരെ വിശാലമായിട്ടുള്ള പറയാനുണ്ടായിരുന്നു. അതൊന്നും നമുക്കിപ്പോ ഇവിടെ എല്ലാം തീർത്ത് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ സെൽ മെറ്റബോളിസം, ഫ്രീ റാഡിക്കൽസ്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ ആന്റി ഓക്സിഡന്റ് കുറിച്ചാണ്, ഓക്സിഡേഷൻ സ്ട്രെസ്, ഇതൊക്കെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടറിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ പറയാം. മാഗ്നറ്റൈസ്ഡ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു മാസത്തേക്ക് മാഗ്നറ്റൈസ്ഡ് വാട്ടർ സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഈ നമ്മുടെ നിയോഡൈമിയം മാഗ്നറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടറും നമ്മുടെ വിപണിയിൽ കിട്ടുന്ന മാഗ്നറ്റൈസ്ഡ് വാട്ടറും തമ്മിൽ വ്യത്യാസമുണ്ട്. സത്യം പറഞ്ഞ് നമ്മുടെ സെല്ലുകളിലേക്ക് കറക്റ്റായിട്ട് പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള യാതൊരു ഡേഞ്ചറും ഇല്ലാത്ത വാട്ടറാണ് ഈ മാഗ്നറ്റൈസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാട്ടർ.
ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കും, ഡൈജഷൻ കൂട്ടും, അത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, ഓക്സിജൻ ഇൻടേക്ക് വർദ്ധിപ്പിക്കും, കിഡ്നി ഫ്രണ്ട്ലി ആണ്, ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? വെള്ളം മാത്രം കുടിച്ചാൽ മതി. നമ്മുടെ സെൽ മെറ്റബോളിസം അത് വർദ്ധിപ്പിക്കും, ഹാർട്ടിന്റെ ഹെൽത്ത് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഏത് തരം ബ്ലോക്കുകളും മാറ്റും. BP ഈ സാധനം കൺട്രോൾ ചെയ്യും. വൗണ്ട് ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്. കിഡ്നി സ്റ്റോൺ മാറ്റിക്കളയും. അതുപോലെ കിഡ്നി ഫെയിലിയർ, ഞാനിപ്പോൾ ഇവിടെ തന്നെ ഒരു കിഡ്നി കംപ്ലൈന്റ് ഉള്ള ഒരാൾക്ക് അത് കൊടുത്തതിന് ശേഷം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞ ഒരാളാണ്. സത്യം പറഞ്ഞു അദ്ദേഹം എന്നോട് വളരെ നന്ദിപൂർവ്വം സ്മരിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ അംസ മണ്ണാർക്കാട്, അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റേ മുസ്തഫ മാഷ്, എല്ലാവർക്കും അറിയാം സംഭവങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ സെല്ലിന്റെ പെർമിയബിലിറ്റി ഓഫ് വാട്ടർ ഇത് വർദ്ധിപ്പിക്കും. ശരിക്കും പറഞ്ഞത് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിലേക്ക് വെള്ളം കടന്നു പോകാൻ വേണ്ടി ആക്കി മാറ്റും. പെർമിഷൻ എന്ന് പറയാലോ. അപ്പൊ സെല്ലിലേക്ക് കറക്റ്റായിട്ട് വെള്ളം ചെല്ലുക എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അത് നമ്മുടെ ഈ വാട്ടർ എനർജി ചുറ്റി വാട്ടർ കൊണ്ട് ഞാൻ ഡെയിലി മിക്കവാറും ഇത് തന്നെയാണ് ഇപ്പൊ കുടിക്കുന്നത്. വേറെ വെള്ളം കുടിക്കാറില്ല. ഇനി വേറൊരു പ്രത്യേകത, ഇതിൽ ഹൈഡ്രോക്സിൽ അയോൺസ് ഫോം ചെയ്യും. ശരിക്കും പറഞ്ഞത് ഈ ഹൈഡ്രോക്സിൽ അയോൺസ് ഫോം ചെയ്തിട്ട് അതിന്റെ pH ലെവൽ വർദ്ധിപ്പിക്കും. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ്, ഈ വാട്ടർ എന്ന് പറയുന്ന സംഭവത്തിൽ മാത്രം ഉണ്ട്. ഇനി ഈ സമയം കൂടിയതുകൊണ്ട് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് മറ്റ് ഒരു ദിശയിലേക്ക് ഒന്ന് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് സെൽ മെറ്റബോളിസം അല്ല എന്റെ ഈ ചാപ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ സബ്ജക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാം, നമുക്ക് ഈ മൊത്തത്തില് ഈ ഡിസ്ലൊക്കേഷൻ വരുമ്പോ എല്ലാം പ്രശ്നമാവും. മൊത്തം സ്ഥലം മാറിപ്പോയി, അതുപോലെ തന്നെ നമ്മുടെ പറയേണ്ട കാര്യങ്ങൾ മാറിപ്പോയി. അതില് നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി പറയപ്പെടുന്ന ഒരു സെന്റൻസ് ഞാൻ ഇവിടെ ഒന്നുകൂടി കടമെടുക്കുകയാണ്. അതായത് അദ്ദേഹം പറയുന്നത്, ഈ ഓക്സിജൻ ലെവൽ ഇൻ ബ്ലഡ് ഈസ് പെർഫെക്റ്റ്, യുവർ ബ്ലഡ് സെൽസ് വിൽ ബി ഹെൽത്തി. ഓക്സിജൻ ലെവൽ, ബ്ലഡിൽ ഓക്സിജൻ ലെവൽ വരുമ്പോ നമ്മുടെ ബ്ലഡ് സെൽസ് കണ്ടോ, സെല്ലുകൾ ഹെൽത്ത്. ഒട്ടനവധി സെല്ലുകളുണ്ട്. സെല്ലുകളാണ് മനുഷ്യന് നേരത്തെ പറഞ്ഞത്. ആ ഒരു സിംഗിൾ സെല്ലാണ് നമ്മളെല്ലാവരും. അപ്പൊ ഓക്സിജൻ ലെവല് നമ്മുടെ ബ്ലഡിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ബ്ലഡ് സെൽസ് ഹെൽത്തി ആവും. ബ്ലഡ് സെൽസ് എന്താ വെച്ചാൽ ഇപ്പൊ വൈറ്റ് ബ്ലഡ് കോർപ്പസിൽസ്, അതുപോലെ തന്നെ റെഡ് ബ്ലഡ് കോർപ്പസിൽസ്. ബ്ലഡിന്റെ കണ്ടന്റ് തന്നെ ഭയങ്കരമാണ്. ഇതിനെ കുറിച്ചും പറയാൻ ഞാനൊരു ഡോക്ടറൊന്നും അല്ല, ഞാനൊരു ഡോക്ടറൊന്നും അല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ ഓക്സിജൻ ലെവല് ബ്ലഡിൽ വന്നാൽ നമ്മുടെ ബ്ലഡ് സെൽസ് വർക്കിംഗ് കണ്ടീഷൻ ആവും. ബ്ലഡ് സെൽസ് ഹെൽത്തി ആണെങ്കിൽ എന്ത് പറ്റും? ഓർഗൻസ് ഹെൽത്തി ആവും. മനസ്സിലായില്ലേ? ഈ ഓർഗൻസ് ഹെൽത്തി ആണെങ്കിലോ നമ്മൾ പെർഫെക്റ്റ് ഹെൽത്തി ആവും. ഇത് നമ്മുടെ ഡോക്ടർ സാഗർ ജോഷിയുടെ ആപ്തവാക്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗാണ്. ഓൺ ദി കോൺട്രറി, മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിജൻ ലെവൽ, ബ്ലഡിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞാൽ ബ്ലഡ് സെൽസ് അൺഹെൽത്തി ആവും. ബ്ലഡ് സെൽസ് അൺഹെൽത്തി ആയാൽ എന്ത് പറ്റും? നമ്മുടെ ഓർഗൻസ് ഒക്കെ ഇൽ ഹെൽത്ത് ആവും. ഓർഗൻസ് ഇൽ ഹെൽത്ത് ആയാലോ നമ്മൾ സിക്കായി മാറും. ഇതാണ് ഇതിന്റെ തത്വം എന്ന് ഉദ്ദേശിക്കുന്നത്. നട്ട്ഷെല്ലാണ് ഞാനിപ്പോ പറഞ്ഞു വേണ്ടത്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനും ഇത് മനസ്സിലാക്കാനും ഒരു 25 വർഷം 50 വർഷം ഉണ്ടായാലും തീരും എന്നെനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഞാൻ എന്റെ അടുത്ത ഏരിയയിലേക്ക് ഞാൻ പോകണം. അത് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും മൈൻഡുമായി ബന്ധപ്പെട്ട സാധനം, മൈൻഡ് മെറ്റബോളിസം എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. മൈൻഡ് മെറ്റബോളിസം ഇത് മനഃശാസ്ത്രപരമായിട്ടൊരു സംഭവമാണ്. നമ്മൾ പണ്ട് ഒരു സന്യാസി ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ട്രെയിൻ യാത്ര നടക്കുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചു. നിങ്ങളിപ്പോ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ സന്യാസി പറഞ്ഞു, ബോഡി ഫ്രം എർത്ത് ആൻഡ് സോൾ ഫ്രം ഹെവൻ എന്ന്. ബോഡി ഫ്രം എർത്ത് ആൻഡ് സോൾ ഫ്രം ഹെവൻ. അവിടെ ആ സോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വേറൊരു നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വേറൊരു എലമെന്റ് ആണ്. അത് ശരിക്കും ദേഹം ദേഹി എന്നല്ല പറയപ്പെടുന്നത്. അപ്പൊ അതിന് ശരീരത്തിന്റെ കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും. ഏത് ഈ സെൽ മെറ്റബോളിസവും ഫ്രീ റാഡിക്കൽസും ആന്റി ഓക്സിഡന്റും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് മാറ്റുന്നത് എങ്ങനെയാണ്, മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഗുണം, ഇതൊക്കെ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ് ആയിരിക്കാം. പക്ഷെ ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു അംശം കൂടി നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. അത് ഇൻവിസിബിൾ ആണ്. ഈ ഇൻവിസിബിൾ എലമെന്റിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല പേരിൽ പറയപ്പെടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവിസിബിൾ
എലമെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഈ സെൽ മെറ്റബോളിസം എന്നൊരു പകരം ഞാൻ പറഞ്ഞതാണ് മൈൻഡ് മെറ്റബോളിസം. മൈൻഡ് എന്താണെന്ന് ആദ്യം ചോദിക്കുക. നമ്മൾ സാധാരണയായിട്ട് എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും എത്ര മരുന്ന് കഴിച്ചാലും, ഇപ്പൊ നമ്മൾ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ബെഡ് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ആ മാറ്റർ പാഡ് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടാണ്. ഇതൊക്കെ നമുക്ക് ആ പ്രൊഡക്റ്റിൽ ഒരു വിശ്വാസം ഇല്ലാതെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ല. ചിലർക്ക് ടെസ്റ്റ് ചെയ്താലും റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ മൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് മൈൻഡ് മെറ്റബോളിസം എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്. മൈൻഡ് മെറ്റബോളിസം എന്ന് ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ മാനസികമായിട്ടുണ്ടാവുന്ന വ്യാപാരങ്ങളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായ വ്യാപാരങ്ങള് അത് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇപ്പൊ തന്നെ ഞാൻ ഈ പ്രോഗ്രാമില് വന്ന് കയറിയപ്പോ തന്നെ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി പോയില്ലേ. കാരണം എന്താണ്, എനിക്ക് എന്റെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പ്രശ്നങ്ങളായി എന്ന് പറയാൻ മൊത്തം ഞാൻ ഡിസ്ലൊക്കേഷൻ ആയി മൊത്തത്തിൽ. അപ്പൊ എനിക്ക് എന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു, പല കാര്യങ്ങളും പറയാൻ പറ്റാതെ വന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഈ മൈൻഡ് മെറ്റബോളിസം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും മൈൻഡാണ് എല്ലാത്തിന്റെയും വിഘാതം. ആ വിഘാതമായിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ അത് നമുക്ക് നല്ല രൂപത്തിൽ പോകാനായിട്ട് നമ്മൾ ഈ മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യത്തില് മൈൻഡിന്റെ ശാക്തീകരണം അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത്. ഈ മനഃശാന്തി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് മൈൻഡ് മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഈ മനഃശാന്തി ഇല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഈ മനഃശാന്തി നഷ്ടപ്പെടാൻ എന്താണ് കാരണം? ഈ മനഃശാന്തി ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും, എന്ത് ഭക്ഷണം കഴിച്ചാലും, അതുപോലെ തന്നെ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും നമുക്കത് ഗുണം ചില ആൾക്കാർക്കൊക്കെ അതിന് ഗുണം കിട്ടാതെയൊക്കെ വരുന്നത് എന്തറിയുമോ? ഒന്ന് വിശ്വാസമില്ലായ്മയാണ് ചിലർക്ക്. മനസ്സിലായില്ലേ? അതിന്റെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ മൈൻഡ് മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഒരു പാർട്ടാണ്. അതിൽ ഒന്ന്, ഈ ചെയ്യേണ്ട കാര്യം സമയത്ത് ചെയ്യാതിരിക്കുക. ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മനോജ് സാറിനെ കുറിച്ച്. അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്ന കാലം മുതൽ ഇന്നു വരെയെങ്കിലും ആ മനോജ് സാറിന്റെ ഒരു ഇൻസ്പിറേഷൻ, അദ്ദേഹം തരുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ സമീപനം, അദ്ദേഹത്തിന്റെ സംസാരം, ഇത്രയും വലിയ കേരളത്തിലെ മെയിൻ ലീഡറാണ് അദ്ദേഹം. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനോജ് സാറിന്റെ വീട്ടിൽ പലപ്പോഴും പോകാറുള്ളതാണ്, മനോജ് സാറിനെ എപ്പോഴും കാണാറുള്ളതാണ്, വിളിക്കാറുണ്ട്. എന്റെ ഈ പറഞ്ഞ കോളേജ് ജീവിതവുമായി ബന്ധപ്പെട്ടും ഞാൻ ഒരുപാട് കാര്യങ്ങൾ സാറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കലാണ് എപ്പോഴും. അപ്പൊ എന്റെ ലിമിറ്റേഷൻസ് സാറിന് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും എന്നോട് ഇതുവരെ ഒരു പരാതിയോ സാർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത്, സാർ എപ്പോഴും എൻ്റെ ഒരു മോട്ടിവേറ്ററാണ്, എപ്പോഴും മോട്ടിവേറ്ററാണ്. പറഞ്ഞ് എപ്പോൾ വിളിച്ചാലും സാർ എടുക്കും. എന്ത് കാര്യം പറഞ്ഞാലും ഈ പ്രൊഡക്റ്റിന്റെ കാര്യം ഇപ്പോഴും നമ്മൾ വളരെ നന്നായിട്ട് ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഡോക്ടറെ അടുത്ത് സംസാരിച്ച സമയത്ത് ആ ഡോക്ടറെ അത് തിരുത്തി കൊടുക്കാനും സംസാരിക്കാനും. പിന്നെ മനോജ് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ കോഴിക്കോടും മലപ്പുറം ഒക്കെ തേടി നടക്കുന്നത്? നിങ്ങളുടെ അയൽവക്കത്തുള്ള ആളുകളില്ലേ, നിങ്ങളുടെ ലോക്കൽ ആൾക്കാരില്ലേ, അവർക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ മറ്റേ മുസ്തഫ മാഷയും അതുപോലെ തന്നെ ഹംസ മണ്ണാർക്കാടും വിളിച്ച് നമ്മളിവിടെ മറ്റുള്ള ലീഡേഴ്സ് ഒക്കെ ഉണ്ട്, അവരോട് വരികയും ഞാൻ കുറച്ച് ആളുകളെയൊക്കെ ഈ കണ്ടു. കുറച്ച് പ്രോഗ്രാമുകളും കാലടിയിലൊക്കെ ഒരു പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്ത്, കാലടിയിൽ കണ്ട പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട പരിപാടി ആയിരുന്നില്ല. എന്റെ മാമയുടെ മകൻ അബ്ദുൽ സമദ്, അതിന്റെ വൈഫ് വളരെയധികം പ്രശ്നത്തിലായിരുന്നു. അതായത് ഹോസ്പിറ്റലില് ഒരുപാട് ഹോസ്പിറ്റലൊക്കെ പോയി, കണ്ടമാനം ഹോസ്പിറ്റലൊക്കെ കണ്ട് സംസാരിച്ച് ഡോക്ടർമാരൊക്കെ പ്രശ്നമായി, ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ എഴുന്നേക്കോ എന്നൊക്കെ സംശയത്തിരിക്കുന്ന സമയത്ത് ഞാൻ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അന്ന് കാലടിയിൽ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. മനസ്സറുണ്ടായിരുന്നില്ല, മുസ്തഫ മണ്ണാർക്കാടും ഹംസ മണ്ണാർക്കാടും അതുപോലെ മുസ്തഫ മാഷും കൂടി വന്ന് അവിടെ പ്രോഗ്രാം നടത്തി. അവിടെ വെച്ച് ഈ എന്റെ മാമയുടെ മകൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. പ്രൊഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം എന്റെ അടുത്ത് കരീമ, ഞാൻ ഇത് എന്തിനാ വാങ്ങിച്ചതെന്ന് ഇപ്പൊ നിന്നോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 10-700 ഏറ്റവും ഹൈ പ്രീമിയം സാധനമാണ് കൊടുത്തത്. അത് കൊടുത്തതിന് ശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടില്ല അവൻ എന്നെ വിളിച്ചിട്ടുണ്ട്, എടാ കരീമേ, ഞാൻ എന്തിനു വേണ്ടിയാണോ ഇത് വാങ്ങിയത്, എന്റെ വൈഫിന് വേണ്ടിയായിരുന്നടാ, അത് ഏകദേശം 90% ഓക്കെ ആയിക്കാണ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ ഒരു റിസൾട്ട് എന്തുദ്ദേശിക്കുന്നത്, അദ്ദേഹം തന്നെ ഇപ്പൊ ഇന്നലെ ഞാൻ തന്നെ കാലടിയിൽ തന്നെ ഒരുപാട് പേര് ഞങ്ങള് വർക്കിന് പോയിട്ടുണ്ടായിരുന്നു, അവിടെ കണ്ടു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് മനോജ് സാർ വഴിയായിട്ട് നമ്മുടെ കേരളത്തിൽ എത്തിച്ചിരി. സത്യം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും A to Z എനിക്ക് അറിയാവുന്ന ആളാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മനോജ് സാറിനെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രമല്ല, ഇപ്പൊ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഇപ്പൊ അഭിലാഷ്, അതുപോലെ തന്നെ ഷാജി റസാക്ക്,
അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരെയും, മിക്കവാറും എല്ലാവരും, നമ്മുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും എനിക്ക് വളരെ കാര്യമാണ്. കാരണം അവർ ചെയ്യുന്നത് വളരെ വലിയൊരു നന്ദി, ജനങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ മൈൻഡ് മെറ്റബോളിസത്തില്, ഈ മൈൻഡ് മെറ്റബോളിസം പറയുന്നതാണ് ചെയ്യേണ്ട കാര്യം സമയത്ത് ചെയ്യാതിരുന്നാൽ മതി, പ്രശ്നം തീർന്നു. അപ്പൊ മനഃശാന്തി നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് പ്രയോജനം കിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യം സമയത്ത് ചെയ്യാതെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല ശരിക്കും പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അത് മൈൻഡും ശരീരവും മനസ്സും ഒരുമിച്ച് പോകണല്ലോ. അതുപോലെ ഇന്നത്തെ കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുക. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൽ തലകെടുത്തി വെക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, തന്നെത്താൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൽ കയറിയിരിക്കുക, സ്വയം കുരുക്കുണ്ടാക്കി അതിരിക്കുക എന്നർത്ഥം. അതുപോലെ തന്നെ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഈ നെഗറ്റീവായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ദൈവത്തിന്റെ വരദാനമായിട്ടുള്ള സംഭവമാണ്, പ്രകൃതിയുടെ വികൃതി എന്തോ. അപ്പൊ ഈ നമ്മളെ പ്രൊഡക്റ്റിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ മനസ്സ് നേരെയാക്കി, മൈൻഡ് മെറ്റബോളിസം എന്ന് ഉദ്ദേശിക്കുന്ന സംഭവം കൂടി ഇതിന്റെ പിന്നിൽ. ശരീരത്തിൽ ആരോഗ്യം വരണമെങ്കിൽ മൈൻഡ് നേരെയാവണം. മൈൻഡ് നേരെയാൽ മാത്രമാണ് നമ്മുടെ ശരീരം നിർത്തുക. അപ്പൊ മൈൻഡ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയും സത്യസന്ധതയിലും നല്ല വാക്കും സ്നേഹവും സാഹോദര്യ സ്നേഹവും ഒക്കെ ആയിട്ട് നമ്മൾ നടന്നാൽ മാത്രമാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഉപയോഗിക്കുന്നവർക്കും മറ്റുള്ളവർക്കും മെച്ചം കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഈ നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുക, കുത്തുവാക്കുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ തുണയ്ക്കാൻ കഴിയുന്നവരെയൊക്കെ നമ്മൾ അഭിനന്ദിക്കുക, അവരോട് നന്ദി പറയുക. അതുപോലെ നന്മ ആരിൽ കണ്ടാലും കൊള്ളാം എന്ന് പറയുക. ഈ മനോജ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമീപനം ഇത്രയും വർഷമായിട്ട് എന്നോട് ഒരുപോലെ തന്നെയാണ്. ഈസ് എ ഗ്രേറ്റ് മോട്ടിവേറ്റർ. ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട് ആ വ്യക്തിത്വത്തിന്. മനോജ് സാർ മാത്രമല്ല, നമ്മളെ ഈ ബയോടൂറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ആളുകൾക്കും അത്തരത്തിലുള്ള കഴിവുകൾ ഉള്ള ആൾക്കാരാണ് മിക്കവാറും. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ മഹിമ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നമുക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നെഗറ്റീവ് ഒരുപാട് ആളുകൾ പറയാം. ഞാനും ഈ അംസ മണ്ണാർക്കാടും മുസ്തഫ മാഷും കൂടി ഒരു സ്ഥലത്ത് ചെന്ന സമയത്ത് അദ്ദേഹം വളരെ നെഗറ്റീവായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അത് യോഗമില്ലാഞ്ഞിട്ടായിരിക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ നെഗറ്റീവ്സ് ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് വരാതെ നമ്മുടെ മൈൻഡ് എപ്പോഴും നന്നാക്കി നല്ല പോസിറ്റീവായിട്ടിരിക്കുക. നമ്മള് പൈസയ്ക്ക് വേണ്ടിയല്ല, പക്ഷെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് മറ്റുള്ളവർക്ക് ഹെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടില് എൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ആദ്യമൊന്നും വൈഫിനൊന്നും അത്ര താല്പര്യമാണ്. പുള്ളിക്കാരത്തി ഇപ്പോ പുള്ളിക്കാരത്തി തന്നെയാണ് പല സ്ഥലത്തും അത് അവിടെ പറയണം ഇവിടെ പറയണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ വെള്ളം കുടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് പലതരം പുസ്തകങ്ങൾ, ഞാൻ എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് എടുക്കും, ഷുഗർ നോർമലാണ്, അതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് ഈ പ്രൊഡക്റ്റ് വളരെ നന്നായിട്ട് ഉപയോഗിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ട ഒരു കടമ നമുക്കുണ്ട്. ഞാൻ പറയുന്നത് ഈ നമ്മുടെ ബോഡിയിലുള്ള ഈ മെറ്റബോളിസം നടക്കുന്നത് പോലെ നമ്മുടെ മൈൻഡിലും ഒരു മെറ്റബോളിസം ഉണ്ട്. ആ മൈൻഡ് സ്ട്രൈറ്റ് ആയിട്ട് നിർത്തിയില്ല എങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ഫലം കിട്ടത്തില്ല. കാരണം നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. മറിച്ച് പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു മനസ്സിലെ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട, സൈമിൾട്ടേനിയസ് ആയിട്ട് പോകേണ്ട കാര്യമാണ്. നല്ല വ്യക്തികളായിട്ട് മാറുക, ആളുകളായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് മാനസികമായിട്ട് തന്നെ. ഒരുപാട് ആളുകൾ ചിലപ്പോൾ സംസാരിക്കാൻ എന്തിനാണ് മാഷയെ പണിക്ക് കിടക്കുന്നത്, മാഷയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ ഇത് ഹെൽത്ത് ആണ് ഞങ്ങളുടെ പ്രശ്നം. ഒരുപാട് ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഗുണം കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞില്ലായിരുന്നു, ഒരാളൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് ഞാൻ ആ പ്രൊഡക്റ്റ് വിത്തൗട്ട് എനി എക്സ്പെക്ടിങ്, ഒരു പൈസ പോലും വാങ്ങിക്കാതെ, ഇതൊന്നും കൊടുത്തില്ല, ആ റിസ്റ്റ് ബാൻഡും ആ സാധനം കൊടുത്ത് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചു. വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അവസാനം സാറേ ഇനി ബെഡ് കൂടി എനിക്ക് വേണം എന്ന് അദ്ദേഹം പറഞ്ഞാണ്. അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞാണ്. അപ്പൊ അത്തരത്തിലുള്ള ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നൊന്നും പറയാം, അത്രയ്ക്ക് ഒരു മെജസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഡോക്ടർ സാഗർ ജോഷി വഴിയായി, നമ്മുടെ മനോജ് സാർ വഴിയായിട്ടൊക്കെയായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പലർക്കും പല ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ളത് വളരെ പ്രധാനം. ഇപ്പൊ അഭിലാഷ് സാർ എപ്പോഴും പറയാറുള്ള സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ ഓരോരുത്തരെയും മോട്ടിവേറ്റ് ചെയ്യുന്നു, ഓരോരുത്തർ പറയുന്നു, ഓക്കെ. പക്ഷെ 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് ഓരോ ജീവിത ചുറ്റുപാടുകളാണ്, കുടുംബ ചുറ്റുപാടുകളാണ്, പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്.
ആ ഒരു അധ്യാപകനായതുകൊണ്ട് വർഷങ്ങളോളം ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് എനിക്കത് ശക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ ഒരാള് കുറ്റം പറയാൻ പാടില്ല, മറ്റൊരാൾ കുറ്റം പറയാം. കാരണം ഓരോരുത്തർക്കും ഒരു വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ കൂടി നിന്നുകൊണ്ട് നമ്മളെ പ്രൊഡക്റ്റ് നന്നായിട്ട് ആളുകളെ നമ്മൾക്ക്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് സംസാരിക്കാനുണ്ട്. തെറ്റ് പറ്റാത്ത ആളുകളില്ല. അതുപോലെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കാൻ അത് നമ്മൾ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കുക. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ്, ഇതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴും എനിക്കിത് പിടികിട്ടിയിട്ടുള്ള സംഭവം പറഞ്ഞു. ഈ സെൽ മെറ്റബോളിസത്തെ കുറിച്ചും അതിന്റെ വർക്കിങ്ങും. പക്ഷെ അന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കി എന്താണത്. അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ DNA-യുമായി ബന്ധപ്പെട്ടാണ് അത് ഇമ്പാക്ട് ചെയ്യും ഈ സംഭവം എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെല്ലുകളുടെ DNA നന്നാക്കാനും അതിന്റെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനും ഈ നമ്മുടെ പ്രൊഡക്റ്റിന് സാധിക്കും എന്നതിന്റെ അർത്ഥം. അത് വന്നാൽ തീർന്നില്ലേ, എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ നമ്മുടെ ബോഡിയിലുള്ള. അപ്പൊ ഈ ടോക്സിൻസ് ഒക്കെ പുറത്തു കളഞ്ഞ് ശരീരം നന്നാക്കി നല്ല ഹെൽത്ത് ആക്കി മാറ്റുന്ന ഒരു വൻ പ്രക്രിയയാണ്. വെറും വെള്ളം കുടിച്ചാൽ മാത്രം മതി നമുക്ക്. ഇവിടെ പല ആൾക്കാരും ഈ ആന്റി ഓക്സിഡന്റ് ഫുഡുകൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രശ്നം, ഞാനിന്ന് മനോജ് സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു 2-3 വർഷം മുമ്പ്, സാറേ ഒരു ഫുഡ് സപ്ലിമെന്റ് കൂടി നമുക്ക് ഇതിന്റെ കൂടെ വരാണി തന്നായിരുന്നു. അത് അക്ഷരപ്രതി പോലെ ഇപ്പൊ നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. നമുക്ക് 1-ാം തരം ഫുഡ് സപ്ലിമെന്റ് ഏതാണ്? ഈ ബെറി ജ്യൂസും അതുപോലെ തന്നെ നമ്മുടെ മോർ പവർ, ഈ 2 സാധനം. അത് വളരെ എഫക്റ്റീവായ സാധനമാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോ അതിന്റെ എഫക്റ്റ് കൂടുതലാണ്. നമ്മൾ ബയോട്ടോറിയം പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ ഈ ഫുഡ് സപ്ലിമെന്റ്സ് കൂടി അതിന്റെ കൂടെ വരുമ്പോൾ അതിന്റെ എഫക്റ്റ് ഡബിൾ ആണ്. ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. ഐ എം എക്സ്പീരിയൻസിങ് ദാറ്റ്. ഇത്രയും സമയം ഇത് ഒരുപാട് സമയം ഇനി പറഞ്ഞ് മറ്റുള്ളവർ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പൊ ഏകദേശം ഒരുപാട് സമയമായെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ സമയം എടുത്ത് ഇനി മറ്റൊരു അവസരത്തിലാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട്. ഏതായാലും ഞാൻ ഒരു കാര്യം പറയാം. ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, അത് ദൈവത്തിന്റെ വരദാനം എന്ന് പറയുന്നതൊക്കെ വളരെ കറക്റ്റ് തന്നെയാണ്. മനോജ് സാർ വഴിയായിട്ട് നമുക്ക് കേരളത്തിൽ എത്തി. അത് ഉപയോഗിച്ചിട്ട് ഇന്ന് വരെ ഞാൻ അറിയാലോ, അന്ന് മുതൽ ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം വിട്ടുപോയി. അന്ന് ഒത്തിരി ആളുകൾക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് കൊടുത്ത ഒരൊറ്റ ആൾ പോലും എന്തിനാ മാഷ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. പലരും ബിസിനസ് ചെയ്യാണ്ടാവില്ല. അത്രത്തിന് അസ്റ്റോണിങ് ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഇതിന് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴും. അതിലുള്ള വിശ്വാസമാണ് നമ്മളെ ഇത് നിർത്തുന്നത്. ഒരുപാടുകൾ പല പരിപാടികളായിട്ടും ഒക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. വല്ല എന്തെങ്കിലും കൊണ്ടുവരും കാണിക്കും. അതുപോലെ തന്നെ ഞാൻ മനോജ് സാറിനെ നേരത്തെ പറഞ്ഞു, മനോജ് സാറിനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് പോയി കണ്ട് പരിചയപ്പെട്ട ഒരാളാണ്. എന്നെ ആരും ഒരു പ്രോഗ്രാമിന് വിളിച്ച ആളല്ല സത്യം പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നതാണ്. അപ്പൊ ആ ഒരു ആത്മബന്ധം മനോജ് സാറായിട്ട് ഇന്നും ഞാനുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഈ ബിസിനസ്സിലുണ്ടായിരുന്ന ഉയർച്ചയും എല്ലാം എപ്പോഴും വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ മഹത് വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയ ലീഡറാണ്. ഇത്രയും പ്രോഗ്രാമുകൾ കേരളത്തിൽ ഒരുമിച്ച് കൊണ്ടുപോവുക, ഓരോ ദിവസവും ആളുകളെ സംസാരിക്കുക, ഇത്ര കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് മനോജ് സാറിന് മാത്രമേ പറ്റുള്ളൂ. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനൊരു അധ്യാപനാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഇവിടെയുള്ള ഇപ്പൊ ഷാജി റസാഖ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അഭിലാഷ് സാർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മുസ്തഫ മഷ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹംസ മണ്ണാർക്കാട്, ഇവിടേക്കൊക്കെ നല്ല എല്ലാവർക്കും ഓരോരുത്തരും കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ ഇപ്പൊ നമ്മള് വടക്കോട്ട് ചെല്ലുകയാണെങ്കിൽ അവിടെയുള്ള ഒത്തിരി ലേഡീസ് ഈ പ്രോഗ്രാമുകൾ ആൾക്കാർക്ക് പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കുക ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലേഡീസ് അത് ഇറങ്ങി പുറപ്പെടുന്ന ഒരു പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലല്ല. ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് ഇത് ഈ വളരെയധികം ബുദ്ധിമുട്ടിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു അത്യാണിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് ചെന്ന് ചോദിച്ച സമയത്ത് സാറേ എനിക്ക് രോഗമൊന്നുമില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ ചിരിച്ചു പറഞ്ഞു രോഗം വരാതിരിക്കണ്ടേ, അതിലല്ലേ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണ്ടേ? ശരിക്കും പറഞ്ഞു എല്ലാവർക്കും രോഗം വന്നിട്ടല്ലല്ലോ ചികിത്സിക്കുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണ്. അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് രോഗം ഉള്ള ആൾക്കാർക്ക് കൊടുക്കണം, രോഗം ഇല്ലാത്ത ആൾക്കാർക്കും, ഹെൽത്തി ആളുകളെ അത് ഉപയോഗിക്കണം. ശരിക്കും പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ടും പറയാം, ഈ വെള്ളം എന്ന് പറയുന്നത് അമൃതമാണ്. ശരിക്കും ഈ വെള്ളം കറക്റ്റായിട്ട് 2-2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ച് അതേപോലെ തന്നെ ആ ബെഡില് നമ്മുടെ ഈ റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടി നമ്മൾ ആ വാട്ടർ എഞ്ചിനി പാഡ് ഉപയോഗിച്ച് ആ വെള്ളം കറക്റ്റായിട്ട് ഉപയോഗിച്ച്, അതുപോലെ തന്നെ നമ്മുടെ മാട്രസ് അല്ല ശരിക്കും പറഞ്ഞാൽ മാട്രസ് പാഡിൽ നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധമുള്ള, പിന്നെ മറ്റെന്തെങ്കിലും അത് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും
ആരോഗ്യപരമായ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അത് 100% ബോധ്യപ്പെട്ട ആളാണ് ഞാൻ. ഒരുപാട് ആളുകൾക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെരുമ്പാവൂര് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അറിയാലോ, 2-3 വർഷമായി. ഐ ആം ഫുള്ളി കോൺഫിഡന്റ് അബൌട്ട് ദിസ് പ്രൊഡക്റ്റ്. ഞാൻ കോളേജിൽ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ ഈ ടീച്ചേഴ്സിന്റെ അടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അവര് സരിത എന്ന് പറയുന്ന ഒരു ടീച്ചർക്ക് ഞാനിത് കൊടുത്തു. അവർക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ്? ഈ ലിവർ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്നു, സാറേ അത് നോർമൽ ആയിട്ടോ എന്ന് പറഞ്ഞു. വളരെയധികം ഹാപ്പിയാണ് ഞാൻ. ആ ടീച്ചറുടെ ശരീരമൊക്കെ ഒന്ന് ഒതുങ്ങി, ആ ഹെൽത്ത് ഇമ്പ്രൂവ് എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ. അപ്പൊ ആളുകൾക്ക് നമ്മുടെ ക്യാഷ്, സാറ് പറയും, മനോജ് സാർ പറയും, ക്യാഷ് സെക്കൻഡറി ആണ്. നമ്മൾ ആളുകൾക്ക് ഹെൽത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പലരും നെഗറ്റീവ് പറഞ്ഞോട്ടെ, ഇതൊന്നുമില്ല. എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു പറയുകയാണെങ്കിൽ നമ്മുടെ ലോക്കലുള്ള ആൾക്കാർ പലരും ഞാൻ സംസാരിച്ചു. ഇപ്പോ ഈ അംസ മണ്ണാർക്കാടും അതുപോലെ തന്നെ മുസ്തഫ മാഷ് ഇവിടെ വന്ന് ഞങ്ങൾ ഓരോ പ്രോഗ്രാമിലൊക്കെ പോയി, ഒരുപാട് സ്ഥലത്തൊക്കെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് നല്ല ലീഡേഴ്സ് ആണ്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മുടെ മറ്റേ തൃശ്ശൂർ ബേസ് ആയിട്ടുള്ള, മലപ്പുറം ബേസ്, കോഴിക്കോട്. ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനോജ് സാറിനോട് അസൂയാണ്. ഏത് കാര്യത്തില്? സാറിന്റെ കപ്പാസിറ്റിയിൽ. അത്രയും കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. ഞാനൊരു അധ്യാപകൻ മാത്രമാണ്. വർഷങ്ങളായിട്ട് 10-31 വർഷമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചും ഉള്ള എക്സ്പീരിയൻസ് വെച്ചാണ് കുട്ടികളുടെ അടുത്ത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ ബ്രസ്റ്റ് ക്യാൻസർ ഡേ ആയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാം നടത്തിയ ദിവസം ഞാൻ അതിൽ പറഞ്ഞു, എന്താണ് നിങ്ങളുടെ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ്സ്, ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ് നോക്കണം. ലേഡീസിനെ കുറിച്ച് ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, ഇതൊക്കെ നിങ്ങളുടെ ടോക്സിൻസ് ക്രിയേറ്റ് ചെയ്യും, ബോഡി വൃത്തികേടാവുകയും. അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം ഉണ്ട്. ശരീരത്തിൽ നിന്നും വിഷം നിങ്ങൾ പുറത്തു കളഞ്ഞുകൊണ്ടിരിക്കണം. പഴയ കാലത്ത് 5-6 മാസം കഴിയുമ്പോൾ വയറൊന്ന് ഇളക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ എന്റെ വാപ്പ, ഞങ്ങൾ 8 മക്കളായിരുന്നല്ലോ. 8 മക്കളായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് മാണിഭദ്രം ലേഹ്യം തരും. ഏതെങ്കിലും ഒരു ദിവസം 2-3 മാസം മാണിഭദ്രം ലേഹ്യം തിന്നില്ലെങ്കിൽ തീറ്റിക്കും. ഈ മാണിഭദ്രം ലയിച്ചിട്ട് വയറങ്ങടെ ഇളക്കി കളയും. ആ 3-4 മാസം കഴിയുമ്പോഴത്തേക്ക്. ഇപ്പൊ എന്റെ മക്കളുണ്ട്, എനിക്ക് 3 കുട്ടികളാണ്. ഈ 3 കുട്ടികളുടെ വയറിളക്കാൻ നോക്കിയിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം അവർക്ക് അതിനുള്ള മനസ്സ് വന്നിട്ടില്ല. അപ്പൊ വയറ് ഒന്ന് ഇളക്കി കളയുക ശരീരത്തിന്റെ ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രകൃതിപരമായിട്ടുള്ള ഒരു ചികിത്സയുടെ ഭാഗമാണ് ഈ ബയോട്ടോറി മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയാണിത്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ചില ഈ 500-600 അടിയിൽ നിന്ന് എടുക്കുന്ന അതിന്റെ ആ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാകുന്ന തികച്ചും നാച്ചുറൽ മാഗ്നറ്റ് ആണ് ഈ ബയോട്ടോറിയം, ഈ പറഞ്ഞ മാഗ്നറ്റ് ഉദ്ദേശിക്കുന്നത്, നിയോഡൈമിയം എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്നലെ തന്നെ കാലടിയിൽ ഒരു ഡെമോ കാണിക്കാൻ പോയ സമയത്തും അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണപ്പെടുന്ന സാധാരണ ഇൻഡസ്ട്രിയൽ മാഗ്നറ്റ് അല്ല ഇത്. ഇതാണ് സംഭവം. ഇത് ഡോക്ടർ സാഗർ ജോഷി ഡിസൈൻ ചെയ്ത് ഇവിടെ ഇന്ത്യയിലും വിദേശത്തൊക്കെ കൊടുത്ത് 10-16 വർഷമായിട്ട് വിപണിയിലുള്ള ഒരു സാധനമാണ് ഈ സാധനം. നിങ്ങൾ കാണപ്പെടുന്ന ഇലക്ട്രോ മാഗ്നറ്റ് അല്ല ഇത്. ഇത് നിയോഡൈമിയം എന്ന് പറയപ്പെടുന്ന ബയോ മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് ആ മാഗ്നറ്റിനെ നമ്മൾ ഭംഗിയായിട്ട് സ്വന്തം ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിലെ ഉപരി ഞാൻ അന്ന് പറഞ്ഞ പോലെ, മനോജ് സാർ പറഞ്ഞ പോലെ, ഈ ഫുഡ് സപ്ലിമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നതും ഇതിന്റെ കൂടെ തന്നെ ഒരുമിച്ച് ഡബിൾ എഫക്റ്റ് ആണ്. ഞാൻ ഈ ബെറി ജ്യൂസ് ഇവിടെ മേടിച്ചിട്ടുണ്ട്, മോർ പവർ വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ ബെഡ് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് പൈസ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെലവാക്കണമല്ലോ. എത്ര ആളുകൾ എത്രയൊക്കെ പൈസ ഹോസ്പിറ്റലൈസ് ചെയ്യണു, എന്തുമാത്രം ക്യാഷ് കൊടുക്കുന്നു. കുറച്ചു നേരത്തേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കുറച്ച് പൈസ ഇത് മേടിച്ചത്. എന്റെ ബ്രദർ, വൈഫിന്റെ ഒരു ബ്രദർ ഉണ്ട്. ആ ബ്രദറിന് കാല് പ്രശ്നമായിട്ടിരിക്കുക, മുട്ട് പ്രശ്നം. അപ്പൊ എന്റെ വൈഫ് ഇതുവരെ എന്റെ അടുത്ത് പറയാം, വൈഫ് പറയാണ് അത് പുള്ളിക്കാരനൊന്ന് പറഞ്ഞു കൊടുത്ത് ഇത് ഉപയോഗിക്കാൻ പറയുന്നു. വൈഫ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? ഒരുപാട് ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് റിലീഫ് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2-2.5 വർഷം മുമ്പ് ഞാൻ ഒരാളോട് പറഞ്ഞതാണ് ഈ സംഭവം നിങ്ങൾ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് അയാൾ അത് മൈൻഡ് ചെയ്തില്ല. അയാളുടെ ഒരു കാൽമുട്ട് ശസ്ത്രക്രിയ ചെയ്ത് അതിനിപ്പോ വലത് കഴിഞ്ഞ് ഇടതും കഴിഞ്ഞ് ഇപ്പൊ ഇൻഫെക്ഷനായി, നട്ടെല്ലും പ്രോബ്ലമായി. ഇപ്പോ ആശ്രം മെഡിസിറ്റിയിൽ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. നമ്മളത് പറഞ്ഞപ്പോ അത് പുച്ഛിച്ച് തള്ളിയതാണ് പ്രൊഡക്റ്റ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക ഫസ്റ്റ്. അതിന് ഇത് മറ്റുള്ളവർക്ക് വളരെ സൗമ്യമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരോടും ചൂടാവാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അവർ ഉപയോഗിക്കാതിരിക്കുക ചെയ്ത്. മനോജ് സാറിന്റെ ഒരു പോളിസി അതാണ്. മനോജ് സാർ ആദ്യമൊക്കെ ഈ ആലുവയിൽ വരുന്ന സമയത്ത് സാറിന്റെ കയ്യിൽ 2-3 മാഗ്നറ്റും ഒരു ചെറിയ പലയൊക്കെ ഉണ്ടാവും സാറ്. അതെടുത്ത് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. പല സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ഞങ്ങൾ വളരെ ആത്മബന്ധമാണ് മനോജ് സാറായിട്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല. കാരണം ഞാൻ സാറിനെ കുറിച്ച് എനിക്ക് അതിശയവും അസൂയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട്. അസൂയ ഉദ്ദേശിക്കുന്നത് സാറിന്റെ പൈസയെ കുറിച്ചിട്ടല്ല,
ആ വ്യക്തിത്വത്തെ കുറിച്ചാണ്. അദ്ദേഹം വളരെ നല്ല ഒരു ലീഡറാണ്. നമ്മുടെ കേരളത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു ലീഡർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ബയോ ടൂറിസം ബിസിനസ് ഇവിടെ നന്നായിട്ട് മാറുക. അറിയാം, അദ്ദേഹത്തിന്റെ സകല പ്രശ്നങ്ങൾ എനിക്ക് അറിയാവുന്നതാണ്. പല പല കാര്യങ്ങളിലും മനോജ് സാറിന് കിട്ടിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ എന്റെ ഒരു ഗോഡ് ഫാദർ ആയിട്ടാണ് ഞാൻ മനോജ് സാറിനെ കണ്ടിരുന്നത്, എപ്പോഴും വിളിക്കാറുണ്ട്. ഇത് കൂടാതെ ഈ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലുള്ള ലീഡേഴ്സ്, ഈ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും നല്ല നല്ല പേഴ്സണാലിറ്റികളാണ്, നല്ല നല്ല ബിസിനസിന്റെ ആൾക്കാരാണ്. ലേഡീസ് എസ്പെഷ്യലി. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ടീം, അവിടെ നമ്മുടെ ഹംസ മണ്ണാർക്കാട്, അതുപോലെ മുസ്തഫ, അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയൊക്കെയാണ് ഞാനിപ്പോ. പക്ഷെ ഞാൻ പലപ്പോഴും കോഴിക്കോട് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴും അവരുടെയൊക്കെ സമീപനവും അതൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരു ആരോഗ്യപരമായ ഒരു സമൂഹം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുന്ന രീതി, അത് പലർക്കും പല കഴിവുകളുണ്ട്. ഏതായാലും ഞാൻ ഒരു കാര്യം പറയാം, ഒരു തരത്തിലും നുണ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടം പോലെ ടെസ്റ്റിമോണിയൽസ് ആണ് ഇപ്പൊ കൊടുത്തത്. മനോജ് സാറ് പറയാറില്ലേ, മനോജ് സാർ ആദ്യമൊക്കെ പറഞ്ഞ സമയത്ത് ഇത് ആരും ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം അത് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഭയങ്കര കടുങ്കഥയായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിത്വം എന്ന് തന്നെ പറയാം മനോജ് തൃപ്പൂണിത്തറ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്റെ ഒരു ആത്മബന്ധമാണ്, എന്റെ ഒരു വളരെ നല്ല സുഹൃത്താണ്. ഇതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പരിചയപ്പെടുന്ന, അതായത് നമ്മളിപ്പോ ഞാൻ അധ്യാപകനാണ് ബേസിക്കലി, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവഗാഹം കിട്ടുന്ന സമയത്ത് ക്ലാസ് എടുക്കാനും കുട്ടികളെ പറയാനൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം അവിടെ വന്ന സമയത്ത് നന്നായിട്ട് ഞാൻ സംസാരിച്ചെന്താ അറിയുമോ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി നോളജ് ഒബ്റ്റൈൻഡ് ഫ്രം ദിസ് ബിസിനസ്. ഈ ബയോടൂറിയം ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. പക്ഷെ ആൾക്കാർക്ക് അത് മനസ്സിലായില്ല. എന്താണ് ക്യാൻസർ ഉണ്ടാവാൻ കാരണം, ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാരണം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവരും ഇങ്ങനെ അതിശയപ്പെട്ട് ടീച്ചർമാരെ വളരെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ഈ പറയുന്നത്. കാരണം എന്താ, ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷനല്ലേ ഞാൻ പറയാൻ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഐ ആം ഫുള്ളി കോൺഫിഡന്റ് ആൻഡ് ഫുള്ളി കണ്ടന്റ്. സന്തോഷവുമാണ്, അതുപോലെ തന്നെ സംതൃപ്തിയുമാണ്. ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു, അതിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഡെയിലി ഇത് ഉപയോഗിക്കുന്നതാണ്. നമ്മളൊക്കെ ആ ഒരു രീതിയിൽ എന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് അത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാൻസർ പേഷ്യന്റിനെ കൊടുത്തിട്ടുണ്ട്. ആ ക്യാൻസർ പേഷ്യന്റ് ഒരു ലേഡി ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കരീം സാറല്ലേ, എനിക്ക് ഒരുപാട് ആശ്വാസമുണ്ട് സാറേ എന്ന് പറഞ്ഞു. ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ഒരു ലേഡിയാണ്. ഓക്കെ, എന്തായാലും വളരെ ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഒരു ദിവസം കൂടെ സാറ് സംസാരിക്കണം, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജുകൾ, ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇവിടെ വരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, അല്ലെ, കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം നമ്മോട് പറഞ്ഞു തന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മറ്റു ദിവസങ്ങളിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ കരീം സാറിന്റെ പ്രോഗ്രാം ഉണ്ടാവും. എന്തായാലും അദ്ദേഹത്തിന് വളരെ നല്ലൊരു ഡിജിറ്റൽ സ്നേഹാദരവ് എല്ലാവരും ഒന്ന് കൊടുക്കുക. എന്തായാലും വളരെ വേഗത്തിൽ മനോജ് സാറിനെ നമുക്കറിയാം. കരീം സാർ സംസാരിച്ചപ്പോ അതിനകത്ത് ഓരോ വാക്കുകൾ പറയുമ്പോഴും മനോജ് സാറിന്റെ ആ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഇങ്ങനെ അല്ലെ അലയടിക്കുകയായിരുന്നു. വളരെ സന്തോഷം. കാരണം നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളെയൊക്കെ നയിച്ച് മുന്നോട്ട് പോകുന്ന നമ്മളെ ഗ്രേറ്റ് ലെജൻഡ് ആണ് നമ്മളെ മനോജ് സാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ടീം എല്ലാം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ക്ലോസിംഗ് സെക്ഷനിലേക്ക് വളരെ സ്നേഹാദരവോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലെജൻഡ് മനോജ് സാറിനെ സ്നേഹാദരവോടുകൂടെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം മനോജ് സാർ. Okay, sir. Thank you. Thank you so much. Thank you. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്ന വിജയാശംസകൾ നേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ. ഇന്ന് വളരെ തുടക്കത്തിൽ തന്നെ ചെറിയൊരു ട്രബിൾ ഉണ്ടായി. സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നെറ്റ് പ്രോബ്ലം വന്നു, അവരുടെ കറണ്ട് പോയി. അങ്ങനെ പല തുടക്കത്തിൽ ചെറിയ വിഷമങ്ങൾ ഉണ്ടായെങ്കിലും സ്വാഭാവികമായിട്ടും ചെറിയ തുടക്കത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ നമ്മൾ ചെറിയ മാനസികമായിട്ട് തളർത്തും. പ്രത്യേകിച്ച് നമ്മുടെ കരീം സാർ ആദ്യമായിട്ടാണ് ഇവിടെ ഇന്ന് സൂമിൽ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു
അദ്ദേഹം ഒരു കോളേജിലെ പ്രിൻസിപ്പളാണ്, ഡോക്ടറേറ്റ് കിട്ടിയ മഹാവ്യക്തിത്വമാണ്. അദ്ദേഹം സർവകലാ വല്ലഭനാണ് കേട്ടോ. അദ്ദേഹത്തെ കുറിച്ചൊന്നും പരിചയപ്പെടുത്തിയില്ല. അദ്ദേഹം സിനിമാ ഫീൽഡിലുള്ള ആളാണ്, നന്നായിട്ട് അഭിനയിക്കും, സ്വന്തം സിനിമ പിടിച്ചിട്ടുണ്ട്. മകൾ ഡോക്ടറാണ്, 3 മക്കളാണ്, 2 പെൺകുട്ടികൾ, ഒരു മകൻ ഇപ്പൊ വിദേശത്താണ്. അദ്ദേഹം എന്നെ തേടി വന്ന കഥ അദ്ദേഹം പറഞ്ഞു. ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്നെ തേടി വന്ന് ഈ ബയോട്ടോറിയത്തിലേക്ക് കടന്നു വരികയും അതിനുശേഷം ശാസ്ത്രീയമായിട്ട് അദ്ദേഹം ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ മാഗ്നറ്റിസത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ടീമിന്റെ കാര്യങ്ങൾ അറിയാം പലർക്കും. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ടീം പോവുക. ടീമിന്റെ വഴിക്ക് പോവും, അല്ലെ, ചിലത് വഴിക്ക് പോവും. ഇങ്ങനെയൊക്കെ ഒരു ഇതിനകത്ത് എന്നാലും ബയോട്ടോറിയത്തിൽ അദ്ദേഹം അന്നും ഇന്നും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹം. പലപ്പോഴും എന്നെ കാണാൻ വരാറുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ കരീം സാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. വളരെ ഒരു സൗഹൃദപരമായ ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയും, നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പാണ്, ബന്ധങ്ങളാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. ബന്ധങ്ങളെ നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അത് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവവും നമ്മുടെ ശൈലികളും ഒക്കെയാണ് നമ്മളെ വ്യക്തിബന്ധങ്ങളെ നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സാധിക്കും. പണം കൊടുത്തൊന്നും ഒരു ബന്ധം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നന്നായിട്ട് പെരുമാറുക, ആളുകളോട് നന്നായിട്ട് ബഹുമാനിക്കുക, ആളുകളെ റെസ്പെക്ട് ചെയ്യുക. അപ്പൊ ആ രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് ഉള്ള അംഗീകാരങ്ങളും റെസ്പെക്റ്റും നമുക്ക് കിട്ടുള്ളൂ. ആ ബന്ധങ്ങളാണ് നമ്മളെ ചേർത്ത് നിർത്തുക എന്നുള്ളത്. ഇപ്പൊ ബയോട്ടോറിയത്തിനെ സംബന്ധിച്ചിടത്തോളം അറിയാം നമുക്ക്, ഇല്ലേ? ഈ ബയോട്ടോറിയത്തിൽ ഇപ്പോഴും നമ്മൾ ഒരുമിച്ച്, അല്ലെ, ഒരു മാലയിലെ മുത്ത് പോലെ ഒരുമിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആ ബന്ധങ്ങളാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ പലരും പല വഴിക്കും പോയേനെ, അല്ലെ? അപ്പൊ ബന്ധങ്ങളാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്. ബന്ധങ്ങളാണ് നമുക്ക് എന്തും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ബന്ധങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും ഈ ലോകത്ത്, അല്ലെ? എന്തും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നല്ലൊരു വ്യക്തിബന്ധമുണ്ട് കരീം സാറായിട്ട്. പരിചയപ്പെട്ട അന്ന് മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെയും ഇടയ്ക്ക് എന്നെ വിളിക്കും. ഞാൻ വളരെ നന്നായിട്ട് എല്ലാവരോടും സംസാരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിക്കുക. അദ്ദേഹം പറയുന്ന ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് ഇന്ന് പൂർണ്ണമായിട്ട് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നത്തെ സബ്ജക്ട് തന്നെ മൈൻഡ് മെറ്റാബോളിസം എന്നാണ്. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിക്കാണില്ല, എന്താ ഈ സബ്ജക്ട്? മെറ്റാബോളിസത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മൈൻഡ് മെറ്റാബോളിസം, അല്ലെ? മെറ്റാബോളിസത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉപാപചായ പ്രവർത്തനം എന്നൊക്കെ പറയും നമ്മളെ. മെറ്റാബോളിസം കറക്റ്റ് ആവണം, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അത് വേണം, ഇത് വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? എന്നാൽ ഈ മൈൻഡിന്റെ മെറ്റാബോളിസത്തെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. മെറ്റാബോളിസം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സെല്ലുകളിൽ മെറ്റാബോളിസം നടക്കുമ്പോൾ സെല്ലിനകത്ത് ഉണ്ടാകുന്ന, അതായത് നമ്മളൊരു തീ കത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പുകയുണ്ടാവും, കരിയുണ്ടാവും, അല്ലെ? സ്വാഭാവികമായിട്ടും ഈ പുകയും കരിയും നമ്മുടെ സെല്ലുകളിൽ വീണ്ടും അടിഞ്ഞു കൂടുമ്പോൾ അവിടെ എന്താവും? സെല്ലുകൾ ഡാമേജ് ആവും. സ്വാഭാവികമായിട്ടും സെല്ലുകൾ ഡാമേജ് ആവും. ആ പ്രവർത്തനത്തെ സെല്ലുകളിൽ നിന്ന് നമ്മുടെ സെല്ലുകൾക്ക് വേണ്ടുന്ന എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്ത് നമ്മൾ മെല്ലെ ബോഡി ഡിസോർഡർ ആവാൻ തുടങ്ങും, ഡിസ്ഫങ്ഷൻ ആവാൻ തുടങ്ങും. അതായത് ഒരു അടുക്കളയ്ക്ക് അത് പഴയ കാലത്ത് വിറക് കത്തിച്ചാൽ ഉണ്ടാകുന്ന കരിയും പുകയൊക്കെ അവിടെ തട്ടിയിട്ട് ചുമരുന്നൊക്കെ നമുക്ക് കാണാം, കറുത്ത നിറം കാണാം, കരി കാണാം, ഇങ്ങനെ വിരലുകൊണ്ട് തോണ്ടിയെടുക്കാൻ പറ്റും, അല്ലെ? ഇന്നിപ്പോ ആ സംവിധാനം ഇല്ല. പഴയ വീടുകളിലൊക്കെ അറിയാൻ പറ്റും അത്. അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് കരിയും പുകയും ഇങ്ങനെ നിറയുമ്പോൾ സെല്ലുകൾ ഡാമേജ് ആകും. സിമ്പിൾ ആണ് മനസ്സിലാക്കണം. അതാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പൊ സെല്ലുകൾ വീക്ക് ആകുമ്പോൾ നമ്മുടെ എനർജി ലെവൽ കുറഞ്ഞു വരും. നമ്മുടെ ബോഡി ഡിസോർഡർ ആവാൻ തുടങ്ങും, ബോഡി ഡിസ്ഫങ്ഷൻ ആവാൻ തുടങ്ങും, നമുക്ക് ഡിസീസിലേക്ക് വരും. ഇതിനെന്താണ് പ്രതിവിധി? ഇതിനുള്ള പ്രതിവിധിയാണ് ആന്റി ഓക്സിഡന്റ് കഴിക്കുക എന്നുള്ളത്. ആന്റി ഓക്സിഡന്റ് കഴിക്കണം. ആന്റി ഓക്സിഡന്റ് ആണ് നമ്മൾ കഴിക്കുന്ന പല ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന ആന്റി ഓക്സിഡന്റ് കിട്ടും. അപ്പോൾ സെല്ലുകൾ ക്ലിയർ ആവും. പക്ഷെ എപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റില്ല. അപ്പൊ ആണ് ഇപ്പോഴത്തെ പുതിയ ലോകത്ത് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്സ് വന്നിരിക്കും. ഈ ഫുഡ് സപ്ലിമെന്റ്സിലെല്ലാം തന്നെ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് ധാരാളമായിട്ട്. നമ്മൾ അൾട്രാബറി ജ്യൂസിലും മോർ പവറിലും അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് സപ്ലിമെന്റ്സിലും എല്ലാം തന്നെ ആന്റി ഓക്സിഡന്റ് ആണ്. എന്നാൽ അതിനേക്കാൾ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന, അതായത് ഇപ്പൊ കാണുന്നില്ല, ആരോ വെള്ളം കുടിക്കുന്നുണ്ട് അവിടെ, അല്ലെ? ആ വെള്ളം കുടിക്കുക എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ്. വെള്ളത്തിനകത്ത് നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടറിനകത്ത് ആന്റി ഓക്സിഡന്റ് ഉണ്ട്. അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കേണ്ടെന്നോ മറ്റേ അവിടെ അൾട്രാബറി കഴിക്കേണ്ടോന്നല്ല പറയണം. അതിനൊക്കെ പോഷകം വേറെയുണ്ട്.
അതിന് കേട്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, ഇങ്ങനെ ഓരോ ഈ മുതൽ അങ്ങോട്ട് കെ മുതലെല്ലാം ഉണ്ട്. അത് നമ്മൾ വെള്ളത്തിൽ കിട്ടില്ല. പക്ഷെ വെള്ളം, അതായത് മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആന്റി ഓക്സിഡന്റ് ആണ്. എന്നാൽ സാധാരണ കുടിക്കുന്ന ശുദ്ധജലം ആന്റി ഓക്സിഡന്റ് അല്ല. അത് മനസ്സിലാക്കണം നമ്മൾ. മനസ്സിലായ? സാധാരണ നിങ്ങൾ കുടിക്കുന്ന വെള്ളം ആന്റി ഓക്സിഡന്റ് അല്ല. എന്നാൽ വെള്ളത്തെ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ആന്റി ഓക്സിഡന്റ് ആയിട്ട് മാറും. ഈ ആന്റി ഓക്സിഡന്റ് നമ്മളെ സെല്ലിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കരിയും പുകയും ഇങ്ങനെ അകത്ത് നടക്കുന്നുണ്ട്, നിറയുന്നുണ്ട് ഇല്ലേ? സെല്ലുകൾ ഡാമേജ് ആകുന്നു, ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നു. അതിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്ലീൻ ചെയ്യാനും ക്ലൻസ് ചെയ്യാനും ആക്ടിവേറ്റ് ചെയ്യാനും സെല്ലുകളെ എനർജൈസ് ചെയ്യാനും ഇല്ലേ ഈ നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടറിന് സാധിക്കുന്നു. മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? അതാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒന്നും കൂടി നമ്മൾ ഡീപ്പായിട്ട് നമ്മുടെ മനസ്സിലേക്ക് മാഗ്നറ്റൈസ്ഡ് വാട്ടറിന്റെ പ്രത്യേകതയെ കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും തുറന്ന് സംസാരിച്ചത്. അതുകൊണ്ട് വെള്ളം എന്ന് പറയുന്നത് അമൃതാണ്. കൃത്യമായിട്ട് വെള്ളം കുടിക്കുമ്പോഴാണ് ആളുകൾ ഇപ്പൊ ചെറുപ്പക്കാരനായി എന്നൊക്കെ പറയുന്നില്ലേ അല്ലെ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പഴയ പ്രായം ആന്റി ഏജിങ് ആണ് എന്താണെന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ അകത്തുള്ള ഈ പുകയും കരിയൊക്കെ ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് അങ്ങ് അടിപൊളിയാകുമ്പോൾ സെല്ലുകൾ എർജിനേറ്റ് ചെയ്യപ്പെടും സ്വാഭാവികമായിട്ടും. ആ ഒരു പ്രോസസ്സ് ഇവിടെ നടത്തും. അതാണ് വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞത്. മൈൻഡ് മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സൊരു അവയവമാണോ? നമ്മൾ 78 ഓർഗൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ 80 ഓർഗൻസ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എവിടെയും മനസ്സ് എന്ന് പറഞ്ഞ ഒരു അവയവം ഇല്ല ഉണ്ടോ? അല്ലേ? ബ്രെയിൻ, കിഡ്നി, ലിവർ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനസ്സ് എന്ന് പറയുന്ന ഒരു അവയവത്തെ കുറിച്ച് എവിടെയും പഠിച്ചിട്ടില്ല. എന്നാൽ ഈ 78 അല്ലെ 80 ഓർഗൻസിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയൊരു ഓർഗനാണ് മൈൻഡ് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുക്കേണ്ടതാണ്. ഇത് 2 വാക്ക് പറഞ്ഞാൽ നിർത്തുക. ഈ 78 80 ഓർഗൻസ് ഉണ്ടായിക്കോട്ടെ, അതിനേക്കാൾ വലിയ ഓർഗനാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ മനസ്സ് എന്ന് പറയുന്നത്. അതാണ് മൈൻഡ് മെറ്റാബോളിസത്തെ കുറിച്ച്. ഈ മനസ്സ് സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ 78 അല്ല 80 ഓർഗൻസിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഡാമേജ് ആവും. മനസ്സ് വറീഡ് ആയാൽ ഈ ഓർഗൻസ് മുഴുവൻ എന്താവാൻ തുടങ്ങും അറിയാം? ഡിസ്ഫങ്ഷൻ ആവാൻ വേണ്ടി തുടങ്ങും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ മൈൻഡിന്റെ മെറ്റാബോളിസം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ഈ മൈൻഡിന്റെ മെറ്റാബോളിസം എങ്ങനെയാ? മൈൻഡ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അല്ല, മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർവചിക്കാൻ പറ്റില്ല. ശാസ്ത്രത്തിന് പോലും അതിനെ നിർവചിക്കാൻ പറ്റിയിട്ടില്ല ഇന്നുവരെ അല്ലേ? അതാണ് മനസ്സ് എന്ന്, അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവ് എന്ന് പറയും അല്ലേ? അത് നമുക്ക് ഇന്ന് നിർവചിക്കാൻ പറ്റില്ല ശാസ്ത്രത്തിൽ. അപ്പൊ അതിന്റെ പവർ കൂട്ടുക എന്നുള്ളതാണ്. മൈൻഡ് പവർ കൂട്ടണം. നമ്മൾ മൈൻഡ് പവർ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒക്കെ തന്നെ നെഗറ്റീവാണ്. ഈ എതിർക്കും, വീട്ടിൽ തന്നെ എതിർക്കും, ഭാര്യയും മക്കളും എല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും അല്ലെ? അപ്പൊ അവര് നെഗറ്റീവ് തോട്ട്സ് ആണ് അവരുടെ. അപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ ബാധിക്കുന്നത് പോലെ കുറച്ച് സംസാരിക്കുമ്പോൾ കരിയും പുകയും മനസ്സിനെ ബാധിക്കുന്ന സംസാരങ്ങൾ സമൂഹത്തിൽ നിന്ന് വരുമ്പോ നമ്മുടെ മൈൻഡ് മെറ്റാബോളിക്കായി മാറും. അതിനകത്ത് കരിയും പുകയും അറിയാൻ തുടങ്ങും ഈ മനസ്സിൽ. സ്വാഭാവിക ഈ കരിയും പുക ഞാൻ വീണ്ടും പറഞ്ഞു ഈ മനസ്സിൽ ഇങ്ങനെ തുടങ്ങുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ എനർജി ലെവൽ കുറഞ്ഞ് അവസാനില്ല എന്നും പറഞ്ഞിട്ട് ആളുകൾ ശിഥിലമാകും. ഈ സിസ്റ്റത്തിൽ നിന്ന് വിട്ടുപോകും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ പരാജയപ്പെടും. സിസ്റ്റം പോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും, കഷ്ടപ്പാടിലേക്ക് പോകും, വേദനയിലേക്ക് പോകും. ഒന്നും പറയണ്ടാകുക, ഡിപ്രഷൻ ആവും. അവിടെയാണ് മൈൻഡ് മെറ്റാബോളിസത്തിന്റെ പ്രസക്തി എന്ന് പറയും. ക്ലിയർ ആയോ? അപ്പൊ നമ്മളെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ശരീരത്തിന്റെ ഈ കരിയും പുകയും കളയാൻ വേണ്ടി നമ്മൾ പറഞ്ഞു നമുക്ക് മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉണ്ട്, അൾട്രാ ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ മോർ പവർ ഉണ്ട്, മാഗ്നറ്റൈസ്ഡ് വാട്ടർ. നമ്മുടെ മനസ്സിനെ മനസ്സിന്റെ മെറ്റാബോളിസം കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പോസിറ്റീവ് തോട്ട്സ്
പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാകുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, ഇതുപോലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. മനസ്സിലായ? രാവിലെ കിട്ടുന്ന ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക, ഇവിടുന്ന് കിട്ടുന്ന എനർജി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുക, BOP സെന്ററിലേക്ക് വരിക. അവിടുന്ന് എല്ലാം തന്നെ നമ്മുടെ മനസ്സിന്റെ മൈൻഡ് മെറ്റാബോളിസം നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ നിർത്തുകയാണ്, സമയത്തിന് വൈകി. ഇതാണ് ഇന്നത്തെ സബ്ജക്ട്. ഓക്കെ, എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടി എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് പവറാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഹിമാലയൻ ചിന്തകളുമായിട്ട് മനസ്സിലായ എവറസ്റ്റ് കൊടുമുടി പോലും നമുക്ക് കീഴടക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു എനർജി നൽകുന്ന രീതിയിലുള്ള തികച്ചും വ്യത്യസ്തമായ അല്ലെ നമ്മളെ കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കുക. എന്തായാലും മൈൻഡ് മെറ്റാബോളിസം അടിപൊളിയാണ് അല്ലെ. അതുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുക. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you.